വൈജ്ഞാനിക സമ്മേളനത്തിലെ അടുത്ത സംസാരം ബഹുമാനനായ ജാമിഅ അൽ ഹിന്ദ് എന്ന നമ്മുടെ മഹത്തായ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ കൂടിയായ ഫൈസൽ മൗലവിയുടെ സംസാരമാണ്. അദ്ദേഹത്തെ അതിനുവേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. أم لهم شركاء شرعوا لهم من الدين ما لم يأذن به الله ولولا كلمة الفصل لقضي بينهم وإن الظالمين لهم عذاب أليم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പരമാവധി പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി ജീവിച്ച് ശരിയായ വിശ്വാസികളായി മരിക്കുവാനും ശ്രമിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അവന്റെ വിധി വിലക്കുകളെ കഴിവിന്റെ പരമാവധി പാലിച്ച് ശരിയായ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കുവാൻ തൗഫീഖ് നൽകി നമ്മെയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഇസ്ലാം മറ്റു മതങ്ങളിൽ നിന്ന് വ്യതിരിക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മേഖല ഇസ്ലാമിന്റെ മുഴുവൻ അധ്യാപനങ്ങളും കൃത്യമായ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമാണ് എന്നതാണ്. അതിന്റെ ഏതൊരു വശങ്ങളെടുത്താലും എന്തുകൊണ്ട് മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് ആ ഒരു വിശ്വാസം മുസ്ലിമീങ്ങൾ വെച്ചു പുലർത്തുന്നുവെന്ന് അന്വേഷിച്ചാൽ, എന്തുകൊണ്ട് ഇന്ന വശങ്ങൾ മുസ്ലിങ്ങൾ സ്വീകരിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല എന്ന് ഒരാൾ പഠിക്കാൻ സന്നദ്ധമായാൽ അതിനുള്ള മറുപടി അവർ എന്തൊക്കെ ചെയ്യുന്നുവോ, എന്തെല്ലാം ചെയ്യണമെന്ന് അവർ നിഷ്കർഷിക്കുന്നുവോ അതെല്ലാം കൃത്യമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്നതാണ്. ഒരു വിശ്വാസം മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ അത് പാരമ്പര്യമായി കിട്ടി എന്ന ഒറ്റ കാരണത്താൽ മാത്രമോ, അതല്ലെങ്കിൽ നാട്ടിലെ മഹാഭൂരിപക്ഷം ആളുകളും ആ വിശ്വാസക്കാരാണ് എന്ന കാരണം കൊണ്ടോ, നമ്മുടെ നാട്ടിലെ മഹല്ല് കമ്മിറ്റി, നമ്മുടെ നാട്ടിലെ ജമാഅത്ത് കമ്മിറ്റി അങ്ങനെ തീരുമാനിച്ചു വന്നത് കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ഒരു മുസ്ലിമിനെയും കാണുകയില്ല. നേരെ മറിച്ച് പരിശുദ്ധ ഇസ്ലാം ദൈവികമായ മതമാണ് എന്നത് മുസ്ലിമീങ്ങൾ ഒന്നടങ്കം വിശ്വസിക്കുകയും അത് ആ നിലയ്ക്ക് ബോധ്യപ്പെടുത്താൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അതിന്റെ ഓരോ അധ്യാപനങ്ങളും തീർച്ചയായും ദൈവികമായിരിക്കും. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല
ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ, ലോകത്തെ സൃഷ്ടിച്ച, ആകാശഭൂമികളെ സൃഷ്ടിച്ച, മനുഷ്യരെ മുഴുവനും സൃഷ്ടിച്ച, നമ്മയും നമ്മുടെ മുൻഗാമികളെയും സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന രക്ഷിതാവാരാണോ, സൃഷ്ടാവാരാണോ, ആ സൃഷ്ടാവിന്റെ അധ്യാപനങ്ങളെ 100% മാനിച്ചുകൊണ്ട് ആ അധ്യാപനങ്ങളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ് മുസ്ലിമീങ്ങൾ തങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ക്രമീകരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത തന്നെ. ഒരു മുസ്ലിം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 6 മര്യാദകൾ ആ രംഗത്ത് അയാൾ പാലിക്കുന്നുണ്ട്. അഥവാ നിന്നുകൊണ്ട് അയാൾ വെള്ളം കുടിക്കില്ല, ഇരുന്നു മാത്രമേ അയാൾ കുടിക്കുകയുള്ളൂ. വലത്തെ കൈ കൊണ്ടാണ് അയാൾ വെള്ളം കുടിക്കുക, ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് വെള്ളം കുടിക്കാൻ ആരംഭിക്കുക, സാവകാശത്തിലാണ് വെള്ളം അയാൾ കുടിക്കുക. ആ വെള്ളത്തിലേക്ക് ശ്വാസമയക്ക ഇല്ല. കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് അയാൾ ദൈവത്തിന് സ്തുതികൾ അർപ്പിക്കുന്നു. ഈ ഒരു 6 മര്യാദ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ എന്തിന് ഒരാൾ പാലിക്കുന്നു? കേവലം ഒരു ഫോർമാലിറ്റിയാണോ? ഒരിക്കലുമല്ല. പിന്നെ എന്തിന് ഈ വെള്ളം തന്ന, ഈ വെള്ളം സൃഷ്ടിച്ച, ഈ വെള്ളം എനിക്ക് സജ്ജമാക്കി തന്ന ഈ വെള്ളത്തിന്റെ രക്ഷിതാവ്, ഈ വെള്ളത്തിന്റെ ആ വെള്ളം എനിക്ക് കുടിക്കാൻ സൗകര്യമൊരുക്കിയ, ആ വെള്ളം കുടിച്ചാൽ ദാഹം തീരുക എന്ന സംവിധാനം എന്റെ ശരീരത്തിൽ സംവിധാനിച്ച എന്റെ രക്ഷിതാവ് എന്നെ പഠിപ്പിച്ചത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ഈ മര്യാദകൾ പാലിക്കണമെന്നാണ്. അതുകൊണ്ട് ആ മര്യാദ പാലിച്ചുകൊണ്ട് തന്നെ വെള്ളം കുടിക്കാൻ അവൻ ശ്രമിക്കുന്നു. അതേപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തുടങ്ങി ജീവിതത്തിലെ എല്ലാ രംഗത്തും ധാരാളം നിയമങ്ങൾ, ധാരാളം നിർദ്ദേശങ്ങൾ, ധാരാളം മര്യാദകൾ പാലിച്ചുകൊണ്ടാണ് ഓരോ മുസ്ലിമും, ആണാവട്ടെ പെണ്ണാവട്ടെ, അവൻ ജീവിതം ക്രമീകരിക്കുന്നത്, ജീവിതം ക്രമീകരിക്കേണ്ടത്. അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സവിശേഷത. മറ്റേതൊരു മതത്തിന്റെ അനുയായികൾക്കും അത്തരമൊരു അവകാശവാദം ഉന്നയിക്കാൻ സാധ്യമല്ല. ജീവിതത്തിലെ ഏതു രംഗത്തും എനിക്ക് കൃത്യമായ അധ്യാപനമുണ്ട്, പ്രമാണമുണ്ട്. ആ പ്രമാണം അടിസ്ഥാനമാക്കി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് അവകാശപ്പെടാൻ മുസ്ലിമീങ്ങൾക്കല്ലാതെ മറ്റു ഒരു മതവിഭാഗത്തിനും സാധ്യമല്ല എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അവരെ പോലും അംഗീകരിക്കുന്ന യാഥാർത്ഥ്യവുമാണ്. അതേസമയം മുസ്ലിം സമുദായം ഈ പ്രമാണങ്ങളെ, ഈ അധ്യാപനങ്ങളെ അക്ഷരം പ്രതി പിൻപറ്റേണ്ടതിന് പകരം അതിൽ നിന്നും വഴിമാറിപ്പോവുകയും പല രംഗത്തും അതിലേക്ക് കൂട്ടിച്ചേർക്കുകയും വെട്ടിമാറ്റുകയും മാമൂലുകളും ആചാരങ്ങളും നാട്ടാചാരങ്ങളും ഭൂരിപക്ഷ താല്പര്യങ്ങളും സ്വാർത്ഥമായ ആഗ്രഹങ്ങളും എല്ലാം വെച്ച് പുലർത്തിയപ്പോൾ സ്വാഭാവികമായും അന്ധവിശ്വാസങ്ങളെമ്പാടും കയറി വന്നു, ദുരാചാരങ്ങളെമ്പാടും കയറി വന്നു, തിന്മകൾ, തോന്നിവാസങ്ങൾ അതും ഒരു ഭാഗത്ത് കയറി വന്നു എന്നതിന്റെ ദുരന്തമാണ് ഇന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തുടനീളം നമ്മൾ കേൾക്കുന്ന ആ നിലക്കുള്ള ഒരുപാട് വാർത്തകൾ ഉണ്ടാവാനുണ്ടായ സാഹചര്യം, അതിന്റെ പശ്ചാത്തലം അതാണ് എന്നുകൂടി സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധ ഇസ്ലാം അതിന്റെ വിശ്വാസ മേഖലയെ അതിപ്രധാനമായി കാണുന്നു. ഒരു കെട്ടിടത്തിന്റെ അടിത്തറയാണല്ലോ ഏറ്റവും പ്രധാനമായത്, ഒരു മരത്തിന്റെ അടിവേരാണല്ലോ ഏറ്റവും പ്രധാനമായത്, ഒരു മനുഷ്യനിൽ ജീവനാണല്ലോ അതിപ്രധാനമായത്. എങ്കിൽ ആ ജീവന്റെ സ്ഥാനമാണ്, ആ അടിവേരിന്റെ സ്ഥാനമാണ്, അടിത്തറയുടെ സ്ഥാനമാണ് പരിശുദ്ധ ഇസ്ലാം വിശ്വാസത്തിന് നൽകിയത്. വിശ്വാസം തകർന്നാൽ എല്ലാം തകരുമെന്ന് പഠിപ്പിക്കപ്പെട്ടു. വിശ്വാസം അഥവാ തൗഹീദ്, ഏകദൈവ ആരാധനയും ഏകദൈവ വിശ്വാസവും അതാണ് ഏറ്റവും അടിസ്ഥാനമായ കാര്യമെന്ന് ഇസ്ലാം പരിചയപ്പെടുത്തി. ഈ ലോകത്തെ സൃഷ്ടിച്ച, ആകാശഭൂമികൾ സംവിധാനിച്ച, മനുഷ്യരെ ഒന്നടങ്കം സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന ഈ ലോകത്തിന്റെ രക്ഷിതാവ്, ഈ ലോകത്തിന്റെ സൃഷ്ടാവ്, അവൻ ആരാണോ അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന വർഗീയതയ്ക്ക് ചാൻസ് ഇല്ലാത്ത, വർഗീയത ഒട്ടും കടന്നു വരാൻ ഒരു വഴിയുമില്ലാത്ത, ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും ഒരുപോലെ സ്വീകരിക്കാൻ പറ്റാവുന്ന ഒരു വിശ്വാസമാണ് പരിശുദ്ധ ഇസ്ലാം വിശ്വാസമായി പരിചയപ്പെടുത്തിയത്. ഏതു രാജ്യക്കാർക്കും സ്വീകരിക്കാവുന്ന, ഏതു കാലക്കാർക്കും സ്വീകരിക്കാവുന്ന ഒരു ആദർശം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന പ്രവാചകനെ ആരാധിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും അത് ലോകത്തെല്ലാ ജനസമൂഹങ്ങൾക്കും ഒരുപോലെ സ്വീകരിക്കാൻ പര്യാപ്തമല്ല എന്ന കാര്യം സംശയമേതുമില്ല. കാരണം ആ പ്രവാചകർ ജീവിച്ചു പോയിട്ട് 1400 കൊല്ലങ്ങളെ ആയുള്ളൂ. എന്നാൽ അതിനു മുമ്പ് ലോകത്ത് മനുഷ്യന്മാർ ഉണ്ടായിട്ടുണ്ട്. ആ മനുഷ്യരെങ്ങനെ ജനിച്ചിട്ടില്ലാത്ത ഒരാളെ ആരാധിക്കുമെന്ന ചോദ്യം അവിടെ ബാക്കിയാണ്. അതേപോലെ യേശു ക്രിസ്തുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞാലും
സ്വാഭാവികമായും ഈ പ്രശ്നമുണ്ട്. യേശുക്രിസ്തുവിന്റെ മുമ്പും ലോകത്ത് മനുഷ്യന്മാർ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ സൃഷ്ടികളായ മനുഷ്യരായ അല്ലാത്ത മറ്റു സൃഷ്ടികളായ ഏതൊന്നിനെ ദൈവമായി അവതരിപ്പിച്ചാലും ഈ പ്രശ്നം ബാക്കി നിൽക്കുന്നു. എന്നാൽ മുഹമ്മദ് നബിയെ സൃഷ്ടിച്ച, യേശുക്രിസ്തുവിനെ സൃഷ്ടിച്ച, അമ്മയെയും ബാബയെയും ബീവിയെയും സൃഷ്ടിച്ച, മൊത്തം മനുഷ്യരെ സൃഷ്ടിച്ച ആകാശഭൂമികളുടെ സൃഷ്ടാവും നിയന്താവും സംരക്ഷകനുമായവൻ ആരാണെങ്കിലും ശരി, അവൻ ആരാധിക്കുക എന്ന തുല്യതയില്ലാത്ത, വർഗീയതയില്ലാത്ത, വിവേചനമില്ലാത്ത, കാലദേശങ്ങൾക്കതീതമായി മുഴുവൻ മനുഷ്യർക്കും സ്വീകരിക്കാൻ പറ്റാവുന്ന വിശ്വാസമാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയത്. ആ ദൈവത്തിനെ വിശ്വസിക്കുകയും അവന്റെ ഇഷ്ടദാസന്മാരായി അവന്റെ നിയമങ്ങളും അവന്റെ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുക എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. പക്ഷേ അത് സമുദായത്തിന് പറഞ്ഞു കൊടുക്കേണ്ടുന്ന, അത് ആളുകൾക്ക് പരിചയപ്പെടുത്തേണ്ടുന്ന മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെയും അല്ലാഹു അല്ലാത്തവർക്ക് അപ്രമാദിത്വം കൽപ്പിക്കുവാനും, അല്ലാഹു അല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുകൾ വകവെച്ചു കൊടുക്കുവാനും, അല്ലാഹു അല്ലാത്തവർക്ക് അദൃശ്യജ്ഞാനമുണ്ട് എന്ന് വിശ്വസിക്കുവാനും, റഹ്മാനായ റബ്ബിന് പുറമെ, ദൈവത്തിന് പുറമെ മറ്റു പല ആളുകൾക്കും നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുമെന്നും ഗുണദോഷങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നും വിശ്വസിക്കാനും ആരംഭിച്ചപ്പോൾ സ്വാഭാവികമായും മുസ്ലിം സമുദായത്തിലും അന്ധവിശ്വാസങ്ങൾ കടന്നു വന്നു. അന്ധവിശ്വാസങ്ങൾക്കെതിരെ അതിശക്തമായി പ്രവർത്തിക്കേണ്ടുന്ന മുസ്ലിം സമുദായം, ആ മുസ്ലിം സമുദായത്തിനുള്ളിലും അന്ധവിശ്വാസം കടന്നു വന്നു. അവിടെയും ചൂഷകന്മാരായി പലരും രംഗപ്രവേശനം ചെയ്തു. എന്തുകൊണ്ട്? ഈ ലോകത്തിന് സൃഷ്ടാവിന് മാത്രമാണ് അദൃശ്യജ്ഞാനമെന്നും, ഈ ലോകത്തിന് സൃഷ്ടാവിന് മാത്രമാണ് അഭൗതികമായ ദിവ്യമായ കഴിവുകൾ ഉള്ളത് എന്നും, ഈ ലോകത്തിന് സൃഷ്ടാവിന് മാത്രമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂവെന്നും, ഈ ലോകത്തിന് സൃഷ്ടാവിന് മാത്രമാണ് ഭാവി ഭൂത വർത്തമാനങ്ങൾ കൃത്യമായി അറിയുവാനും അവിടെ നിയന്ത്രണം ഏർപ്പെടുത്തുവാനും സാധിക്കുകയുള്ളൂവെന്നുമുള്ള അടിസ്ഥാനമായ വിശ്വാസത്തിൽ നിന്ന് മുസ്ലിം സമുദായത്തിൽ തന്നെ നല്ലൊരു ശതമാനം ആളുകളും വഴിമാറിപ്പോയി. അങ്ങനെ ഖബറുകളും ജാറങ്ങളും ദർഗകളും ഒക്കെ ആശാ കേന്ദ്രങ്ങളായി സമുദായത്തിൽ കടന്നു വന്നു. സിദ്ധന്മാര് രംഗപ്രവേശനം ചെയ്തു. മനുഷ്യ ദൈവങ്ങൾ മുസ്ലിം സമുദായത്തിലും കടന്നു വന്നു. എന്തിനേറെ റഹ്മാനായ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പഠിപ്പിക്കാൻ, ഈ ലോകത്തിന്റെ രക്ഷിതാവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പഠിപ്പിക്കാൻ കടന്നു വന്ന പ്രവാചകന്മാർ, അവസാന പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടക്കമുള്ള പ്രവാചകന്മാര് പോലും ആരാധിക്കപ്പെടുന്ന, അവര് പോലും വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന, അവർക്ക് പോലും അദൃശ്യജ്ഞാനമുണ്ട് എന്ന് വിശ്വസിക്കുന്നിടത്തേക്ക് ഇന്ന് മുസ്ലിം സമുദായത്തിലെ ഒരു നല്ലൊരു ശതമാനം ആളുകൾ മാറി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്ന് പാട്ടുപാടിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പ്രവാചകൻ ജീവിച്ച കാലഘട്ടത്തിൽ. അതെ, നാളത്തെ കാര്യമറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് എന്ന് ചില കുട്ടികൾ പാട്ടുപാടിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിഗൗരവമായി ഇടപെടുകയും വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയും ചെയ്തുകൊണ്ട് അവരെ പഠിപ്പിച്ചു. ഇല്ല, നാളത്തെ കാര്യമറിയാൻ ഈ ലോകത്തിന്റെ രക്ഷിതാവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നാളത്തെ കാര്യമറിയാൻ അല്ലാഹു തആലാക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രവാചകനായ എനിക്ക് പോലും നാളത്തെ കാര്യം അറിയില്ല എന്ന സന്ദേശം ആ കുട്ടികൾക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തത്, പഠിപ്പിച്ചു കൊടുത്തത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ സ്വഹീഹായ പരമ്പരയോടുകൂടി രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കുന്നു. അതാണ് ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനമായ കാഴ്ചപ്പാട്. എന്നാൽ അതിൽ നിന്ന് മാറിയിട്ട് പിന്നെ ഇന്ന് ഈ സമുദായത്തിലേക്ക് എത്തിയപ്പോഴേക്ക്, ഈ തലമുറകളിലേക്ക് എത്തിയപ്പോഴേക്ക് ആ പ്രവാചകർ മടഞ്ഞ കാര്യം അറിയുന്നവരാണ് എന്ന് വിശ്വസിക്കുന്നവർ മുസ്ലിം സമുദായത്തിലുണ്ടായി. ബദരീങ്ങളും മുഹരീങ്ങളും അടക്കമുള്ള ശുഹദാക്കന്മാർ, അതേപോലെ ഭീമാപ്പള്ളി ഉമ്മയും ഓച്ചിറപ്പാപ്പയും മമ്പുറം തങ്ങളും പുത്തമ്പള്ളി ഷെയ്ഖും അജ്മീറും ഏർവാടിയും പൊന്നാനിയും പുതുപൊന്നാനിയും മുത്തുപ്പേട്ടയും ഉള്ളാളും അടക്കമുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ മറവിട്ട് കിടക്കുന്ന പല ആളുകളും ഒരുപക്ഷെ മഹാന്മാരായേക്കാം, അല്ലായിരുന്നേക്കാം. ആരാണെങ്കിലും ശരി, അദൃശ്യജ്ഞാനം എന്നത് ലോകത്തിന്റെ രക്ഷിതാവിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന ഖുർആനിന്റെ ആവർത്തിച്ചുള്ള അധ്യാപനത്തെ മറികടന്നുകൊണ്ട് ഈ പറയപ്പെട്ടവരും അല്ലാത്തവരുമായ ആളുകൾ മറഞ്ഞ കാര്യം അറിയുമെന്ന്, നാളത്തെ കാര്യം അറിയുമെന്ന്, അദൃശ്യജ്ഞാനമുണ്ട് എന്ന് അന്ധമായി വിശ്വസിക്കുന്നിടത്തേക്ക് മുസ്ലിം സമുദായം എത്തിയപ്പോൾ ആ രംഗം ചൂഷണം ചെയ്യാൻ സിദ്ധന്മാർ കടന്നു വന്നു. ഔലിയാക്കന്മാർ എന്ന പേരിൽ ചില ആളുകൾ ആ രംഗത്ത് വ്യാജമായി കടന്നുകൂടി. ഇസ്ലാമിക അധ്യാപനങ്ങളിൽ ഔലിയാക്കന്മാരുണ്ട്
അമ്പിയാക്കന്മാരുണ്ട് ഇല്ലെന്നല്ല. പക്ഷേ ആരാണ് ഔലിയാക്കളെന്ന് പ്രമാണം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് അമ്പിയാക്കളെന്ന് പ്രമാണം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുവല്ലോ, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അറിയണേ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാർ, അവന്റെ മിത്രങ്ങൾ, അവനെ മിത്രമായി സ്വീകരിച്ചവർ, അവര് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, നിരാശപ്പെടേണ്ടവരെല്ലാവർ, പേടിക്കേണ്ടവരെല്ലാവർ. ആരാണവർ? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, വിശ്വാസം സ്വീകരിച്ചവർ, തഖ്വയോടുകൂടി ജീവിച്ചവർ. അതെ, ജീവിതത്തിലെ എല്ലാ രംഗത്തും കൃത്യമായ ഇസ്ലാമിക അധ്യാപനങ്ങൾ വെച്ചു പുലർത്തിയ, അത് ജീവിതത്തിൽ പാലിച്ച, അല്ലാഹു തആല ഹറാമാക്കിയതും ഹലാലാക്കിയതും വേർതിരിച്ചു മനസ്സിലാക്കി ശരിയായ റൂട്ടിലൂടെ ജീവിച്ച, അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ച അവന്റെ ഇഷ്ടദാസന്മാർ, അവരാണ് ഔലിയാക്കൾ. അല്ലാതെ പച്ചപുതച്ചവർ വലിയാകണമെന്നില്ല. നമസ്കരിക്കാത്തവർ, നോമ്പെടുക്കാത്തവർ, ഇസ്ലാമിക മര്യാദകൾ പാലിക്കാത്തവർ, ജീവിതത്തിൽ പലപ്പോഴും മുസ്ലിമാണോ അല്ലേ എന്ന് പോലും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ആളുകളെ പോലും ഉപ്പുപ്പമാരായി കൊണ്ടുവന്ന് അവരെ ഔലിയാക്കന്മാരായി പരിചയപ്പെടുത്തി അവരെ പേരിൽ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച് ആ കേന്ദ്രങ്ങളിലേക്ക് മനുഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോയി ചൂഷണം ചെയ്യുന്ന രീതി എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക പ്രമാണങ്ങളുടെ അധ്യാപനങ്ങളിൽ നിന്ന്, പ്രമാണങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായം പിറകോട്ട് പോയി എന്നതാണ് കാരണം. അവിടെയാണ് ആൾദൈവങ്ങൾ കടന്നു വന്നത്, അവിടെയാണ് സിദ്ധന്മാർ കടന്നു വന്നത്, അവിടെയാണ് പല മുസ്ലിയാക്കന്മാരും, പല ബീവിമാരും, പല തങ്ങന്മാരും, പല ഖോജാക്കന്മാരും, പല ശൈഖന്മാരും ആളുകൾ ആശാ കേന്ദ്രങ്ങളായി രംഗത്ത് വന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നിട്ട് മന്ത്രവാദത്തിന്റെ മറവില്, ചികിത്സയുടെ മറവില്, ജിന്നിന്റെ പേര് പറഞ്ഞ്, പിശാച്ചിന്റെ പേര് പറഞ്ഞെല്ലാം സമുദായത്തെ ചൂഷണം ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ പിശാച്ച് പൂജകന്മാരാണ് എന്നുള്ളതാണ് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. പ്രവാചകർ അങ്ങനെയാണ് പരിചയപ്പെടുത്തിയത്. പ്രവാചകന്റെ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് എന്നറിയപ്പെടുന്ന 5 അബ്ദുള്ളമാരിൽ ഒരു അബ്ദുള്ളയായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ശരീരത്തിന് ഒരു നൂല് കാണുമ്പോൾ അതിശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് എന്താണ് ഈ നൂല് എന്ന് ചോദിക്കുകയും, അതൊരു ജൂതനായ മനുഷ്യൻ എനിക്ക് മന്ത്രിച്ച് കെട്ടിയതാണ്, അത് കെട്ടുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്നു, അതില്ലെങ്കിലോ ആ രോഗം തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം ദേഷ്യം പിടിച്ചുകൊണ്ട് അത് പൊട്ടിച്ചു വലിച്ചെറിഞ്ഞ് ഖുർആനിന്റെ വചനമാണ് ഓതിക്കൊടുത്തത്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, അധികം ആളുകളും റഹ്മാനായ റബ്ബിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ വിശ്വസിക്കുന്നില്ല എന്ന വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ വചനം ആ ആയത്ത് ഓതിക്കൊടുത്തുകൊണ്ട് പറയുകയാണ്, അൻതും ആലു അബ്ദുല്ലാഹ് ലഅഗ്നിയാഉ അനിശ്ശിർകി, നിങ്ങൾ അബ്ദുള്ളയുടെ കുടുംബം ശിർക്ക് ആവശ്യമില്ലാത്തവരാണ്, ബഹുദൈവാരാധന ആവശ്യമില്ലാത്തവരാണ്, ബഹുദൈവ വിശ്വാസം ആവശ്യമില്ലാത്തവരാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ശരിയായ പ്രാർത്ഥനയുണ്ട്, പ്രവാചകൻ പഠിപ്പിച്ച ശരിയായ മന്ത്രമുണ്ട്. ആ മന്ത്രം മദീനയ്ക്ക്, നിനക്കെന്തിന് ഈ ശിർക്കിന്റെ വഴി, നിനക്കെന്തിന് ഈ അന്ധവിശ്വാസം, നിനക്കെന്തിന് ഈ ഊതിയ നൂല്, നിനക്കെന്തിന് അത്തരം തെറ്റായ രീതികൾ എന്ന് ചോദിച്ചുകൊണ്ട് ഗൗരവമായി ഇടപെട്ട സ്വഹാബി വര്യന്മാർ, അവരാണ് മുസ്ലിമീങ്ങളുടെ നേതാക്കന്മാരായി മാതൃകയായി ഉണ്ടാവേണ്ടത്. അതിനു പകരം ഇന്ന് മുസ്ലിമീങ്ങൾ ഉറുക്കിലേക്ക്, നൂലിലേക്ക്, ഏലസിലേക്ക്, മന്ത്രിച്ചൂതിയ വെള്ളത്തിലേക്ക്, ആ നിലക്കുള്ള ചരടിലേക്കെല്ലാം അഭയം തേടുന്ന സാഹചര്യം വന്നപ്പോൾ ഇന്ന് മുസ്ലിമീങ്ങളുടെ സ്ഥിതി ആ രംഗത്ത് വിശ്വാസപരമായി ഏറെ പിറകിലോട്ടായി എന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. എല്ലാ രംഗത്തും അന്ധവിശ്വാസങ്ങൾ കൊടികുത്തി വാണുകൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടില് ഒരു മരത്തിൽ ആദ്യമായി കായ്ക്കാൻ തുടങ്ങുമ്പോഴേക്കതാ കടുത്ത നൂലുമായി ചെല്ലുന്നു, കെട്ടിക്കൊടുക്കുന്നു. ആ മരത്തിന് കടുത്ത തുണി കെട്ടി, കടുത്ത നൂല് കെട്ടി, ആ നിലക്കൾ എന്തെങ്കിലും കൊണ്ടുപോയി കെട്ടിയാൽ പിന്നെ ആ മരത്തിന് ഒരു നഷ്ടവും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കുന്നിടത്ത് എങ്ങനെ എത്തി ഈ പ്രമാണത്തിന് ആളുകളായ മുസ്ലിമീങ്ങൾ എന്നുള്ളത് ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വീട് നിർമ്മിക്കുമ്പോഴാണെങ്കിൽ വീടിന്റെ മുമ്പിലതാ എഴുതി വെക്കുന്നു, കരിങ്കണ്ണ നോക്കൂ എന്ന ബോർഡ്. അതേപോലെ പല കോലമുണ്ടാക്കി വെക്കുന്നു. ആരായത് പഠിപ്പിച്ചത്? ഈ കോലമുണ്ടാക്കിയാൽ പിന്നെ എന്റെ വീടിന് ഒരു ഭവിഷ്യത്തും ബാധിക്കില്ല എന്ന്, ഒരു ദോഷവും ബാധിക്കില്ല
പാടിക്കില്ല എന്ന് ആര് പഠിപ്പിച്ചവനെ? പൈശാചിക അധ്യാപനമല്ലാതെ പൈശാചിക വഴിയിലേക്ക്, പിശാചിന്റെ മാർഗത്തിലേക്ക് സമുദായത്തെ ക്ഷണിക്കുന്ന ചില ചൂഷകന്മാർ, ചില സിദ്ധന്മാർ, ആ നിലയ്ക്കുള്ള പുരോഹിതന്മാർ അവരെ കൊണ്ടുവന്ന അനിസ്ലാമികമായ മാർഗമെന്നല്ലാതെ അതിനപ്പുറത്ത് ഇസ്ലാമിൽ വല്ല സ്ഥാനവുമുണ്ടോ? അതിന് എത്രയെത്ര ഹദീസുകൾ കാണാൻ സാധിക്കും നമുക്ക്. പ്രവാചകൻ പഠിപ്പിച്ചുവല്ലോ, മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് അശ്റക. അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് ആരെങ്കിലും സത്യം ചെയ്താൽ തീർച്ചയായും അവൻ ശിർക്കാണ് ചെയ്തത്, അല്ലാഹുവിൽ പങ്കു ചേർക്കുകയാണ് ചെയ്തത്. അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുക എന്നത് ഗൗരവമായി ഇസ്ലാം കാണുന്നുവെന്നർത്ഥം. സത്യം ചെയ്യുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ പേരിലേ ചെയ്യാവൂ. അല്ലാഹുവാണ് സത്യം എന്ന് പറയാം. അതിനപ്പുറത്ത് ഭീമാ പള്ളി ഉമ്മയാണ് സത്യം ഇല്ല, പറയാൻ പാടില്ല. ഓച്ചറുപ്പാപ്പയാണ് സത്യം, പറയാൻ പാടില്ല. ബദരീങ്ങളാണ് സത്യം, പറയാൻ പാടില്ല. പ്രവാചകനാണ് സത്യം, പറയാൻ പാടില്ല. ഉമ്മയാണ് സത്യം, വാപ്പയാണ് സത്യം, പള്ളിയാണ് സത്യം, കഅബയാണ് സത്യം, ഒന്നും പറയാൻ പാടില്ല. മൻ കാന മിൻകും ഹാലിഫ ഫൽയഹ്ലിഫ് ബില്ലാഹ്. നിങ്ങൾ ആരെങ്കിലും സത്യം ചെയ്യുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ പേരിൽ സത്യം ചെയ്യണേ, അല്ലെങ്കിൽ മൗനം പാലിക്കണേ എന്നാണ് പ്രവാചക അധ്യാപനങ്ങളിൽ വന്നത്. അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്താൽ അവൻ ബഹുദൈവ വിശ്വാസമാണ് അവൻ ചെയ്തത്, ശിർക്കാണ് അവൻ ചെയ്തത്, അല്ലാഹുവിൽ പങ്കു ചേർക്കുകയാണ് അവൻ ചെയ്തത് എന്നാണല്ലോ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടത്. സമാനമായ എത്രയെത്ര അധ്യാപനങ്ങൾ. ആരെങ്കിലും ഒരു ഏലസ് കെട്ടിയാൽ അവൻ ശിർക്ക് ചെയ്തു എന്നല്ലേ ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടത്. ആ ഏലസ് ആര് കൊടുത്താലും ശരി, ആ ഏലസ് ഏത് തങ്ങളുടേതാണെങ്കിലും ശരി, ഏത് ബീവിയാണെങ്കിലും ശരി, ഏത് മുസ്ലിയാണെങ്കിലും ശരി, ആര് നൽകിയതാണെങ്കിലും ശരി, ഏലസിന് ഇസ്ലാമിൽ സ്ഥാനമില്ല. ഏലസുകളും നൂലും ഉറുക്കുമെല്ലാം പ്രവാചകൻ പഠിപ്പിച്ചുവല്ലോ. തീർച്ചയായും ദുർമന്ത്രങ്ങൾ, അതേപോലെ ഏലസുകൾ, തകിടുകൾ, നൂലുകൾ, ആ ഗണത്തിൽ വരുന്ന എല്ലാം അത് ബഹുദൈവാരാധനാപരമാണ്, അത് ശിർക്കാണ്, റബ്ബിൽ പങ്കുചേർക്കലാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. ആരെങ്കിലും വല്ലതും കെട്ടിബന്ധിച്ചാൽ അവൻ അതിലേക്ക് ഏൽപ്പിക്കപ്പെടുമെന്ന് മറ്റു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുന്നു. രക്ഷയ്ക്ക് വേണ്ടി വല്ലതും കിട്ടിയാൽ രക്ഷ കിട്ടാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന പ്രവാചക വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്വഹാബിമാർ അതിഗൗരവമായി കാണുന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഒരു രോഗിയെ കാണാനായി കടന്നു ചെല്ലുമ്പോൾ അടുത്തിരുന്ന് രോഗിയെ സമാധാനിപ്പിക്കുന്ന കൂട്ടത്തിന് ആ രോഗിയുടെ ശരീരത്തിന് നൂല് കാണുകയാണ്. ചോദിച്ചു, എന്താണ് ഈ നൂല്? രോഗത്തിന് ആശ്വാസം കിട്ടാൻ വേണ്ടി കിട്ടിയ നൂലാണ് എന്ന മറുപടി കിട്ടുമ്പോൾ അതിഗൗരവമായി ദേഷ്യപ്പെട്ടുകൊണ്ട് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കെന്താണെന്നോ? ലൗ മിത്ത വഹിയ അലൈക മാ അഫ്ലഹത അബദാ. ഈ നൂല് നിന്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കുകയാണ്, നീ മരിക്കുന്നതെങ്കിൽ മാ അഫ്ലഹത അബദാ, നിനക്കൊരിക്കലും വിജയിക്കാൻ സാധ്യമല്ല എന്നാണ്. ഈ നൂലോട് കൂടിയാണ് നീ മരിക്കുന്നതെങ്കിൽ നിനക്ക് വിജയിക്കാൻ സാധ്യമല്ല. മറ്റൊരു റിപ്പോർട്ടിൽ പറഞ്ഞത് മാ സല്ലൈതു അലൈക, ഈ നൂലോട് കൂടിയാണ് നീ മരിക്കുന്നതെങ്കിൽ നിനക്ക് വേണ്ടി ഈ ഹുനൈഫ മയ്യിത്ത് നമസ്കരിക്കയില്ല, ഞാൻ നിനക്ക് വേണ്ടി നിസ്കരിക്കയില്ല എന്ന് പഠിപ്പിച്ചതും ഇമാം ഹാക്കിമും ബൈഹഖിയും ഉദ്ധരിക്കുന്ന റിപ്പോർട്ടിൽ കാണാൻ നമുക്ക് സാധിക്കുന്നു. ആ ഒരു അധ്യാപനം കിട്ടിയ ആണോ സഹോദരന്മാരെ ഈ തെറ്റായ വഴിയിലേക്ക് പിന്നീട് വഴിമാറിപ്പോയത് വല്ലാത്ത ദുരന്തം തന്നെയാണ്. എന്നിട്ട് പല ആളുകളും വേഷം കെട്ടി രംഗത്തിറങ്ങുന്നു, പല പേരുകളിലായി മുസ്ലിമീങ്ങളെ വീടുകളിലേക്ക് ഇറക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. മാലകളായും മൗലിദായും റതീബായും കുത്തുബിയത്തായും ഹദ്ദാലായും മൻസിലും മഫാസുമായും ഇങ്ങനെ ഓരോ പേര് പറഞ്ഞുകൊണ്ട് വ്യത്യസ്തങ്ങളായ മന്ത്രത്തിന്റെ പേരും പറഞ്ഞ് ഒരുപാട് ദുർമന്ത്രങ്ങൾ ഈ സമുദായത്തെ പഠിപ്പിക്കാൻ പുരോഹിതപ്പട രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് ഓരോന്നിനും പ്രത്യേകം മന്ത്രങ്ങൾ ഓരോ മുസ്ലിയാക്കന്മാരുടെ വക, ഓരോ സിദ്ധന്മാരുടെ വക, ഓരോ പുരോഹിതന്മാരുടെ വക ഓരോ മന്ത്രങ്ങൾ. എലിശല്യമാണോ എങ്കിൽ ഇന്നായത്ത് അത് 10 പ്രാവശ്യം, അതല്ല നായയുടെ ശല്യമാണോ എങ്കിൽ ഇന്നായത്ത് 100 പ്രാവശ്യം, ഇനി അതുമല്ല ഉറുമ്പിന്റെ ശല്യമാണോ എങ്കിൽ സൂറത്തുൻ നംൽ ഓതണമെന്നാണ്. ഇങ്ങനെ തുടങ്ങി ഓരോന്നിനും ഓരോ ആയത്ത് നിശ്ചയിച്ച്, ഓരോ സൂറത്ത് നിശ്ചയിച്ച് പ്രത്യേകമായ ദുആ ഉണ്ടാക്കി, പ്രത്യേകമായ എണ്ണമുണ്ടാക്കി ഈ സമുദായത്തിലേക്ക് മതം നിർമ്മിച്ചു കൊടുക്കാൻ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓതി വെച്ച ആയത്തതാണ്. അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദം ബിഹില്ലാ. അവർക്ക് വല്ല പങ്കുകാരുമുണ്ടോ? അം ലഹും ശുറകാ,
അവർക്ക് വല്ല ശരീക്കന്മാരുമുണ്ടോ, വല്ല പങ്കുകാരുമുണ്ടോ? എന്തിന് ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാ, റഹ്മാനായ റബ്ബ് അനുവാദം നൽകിയിട്ടില്ലാത്ത, അല്ലാഹു തആല മതമായി പഠിപ്പിച്ചിട്ടില്ലാത്ത, അല്ലാഹു തആല അനുവദിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ മതമായി നിശ്ചയിച്ചു കൊടുക്കാൻ പറ്റാവുന്ന വല്ല പങ്കുകാരും അവർക്കുണ്ടോ എന്ന് നിഷേധഭാവത്തിൽ അല്ലാഹു തആല ചോദിക്കുമ്പോൾ എങ്ങനെയാണ് സഹോദര നമുക്ക് അത്തരം ആളുകൾ ഉണ്ടാക്കി തരുന്ന രീതികൾ സ്വീകരിക്കാൻ സാധിക്കുക? തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ. ഈ വക വിശ്വാസങ്ങൾ ഇസ്ലാം അനുവദിക്കുന്നില്ല, ഈ വക രീതികൾ ഇസ്ലാം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു മാലയും വേണ്ട, നമുക്കൊരു മൗലിദും വേണ്ട, നമുക്ക് റാത്തീബും വേണ്ട, നമുക്കൊരു ഖുതുബിയത്തും വേണ്ട, നമുക്കൊരു ഹദ്ദാദും വേണ്ട, നമുക്കൊരു മൻസിലും വേണ്ട, നമുക്കൊരു മഫാസും വേണ്ട. അതുമായി വരുന്ന ആളുകളെയും നമുക്ക് ആവശ്യമില്ല. മറിച്ച് നമുക്ക് നമ്മുടെ റബ്ബ് മതി, ഹസ്ബിയല്ലാഹ്, എനിക്ക് അല്ലാഹു മതി എന്ന് പ്രഖ്യാപിക്കാൻ, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി എന്ന് പ്രഖ്യാപിക്കാൻ, വനിഅമൽ വകീൽ, എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ ആ ലോകത്തിന്റെ രക്ഷിതാവാണ്, എന്റെ സട്ടാവാണ് അല്ലാഹു തആല പ്രഖ്യാപിക്കാൻ സഹോദര നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്, ഹദീസിലൂടെ പഠിപ്പിക്കപ്പെട്ടത്, നമ്മൾ ഇന്നും ഏറ്റവും അവസാനം നിർവഹിച്ച നമസ്കാരത്തിന് ശേഷം പോലും പ്രഖ്യാപിച്ച ആശയം എന്താ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത. അല്ലാഹുവേ, നീ തന്നാൽ തടയാൻ ഒരാളില്ല, നീ തടഞ്ഞാൽ നൽകാനും ഒരാളില്ല. റഹ്മാനായ റബ്ബ്, ലോകത്തിന്റെ രക്ഷിതാവ്, ലോകത്തിന്റെ സട്ടാവ് എന്താണോ നൽകുന്നത് അത് സ്വീകരിക്കാനല്ലാതെ മറ്റെന്തിനാണ്, മറ്റാർക്കാണ് സാധിക്കുക? ആ ലോകത്തിന്റെ രക്ഷിതാവ് തടഞ്ഞു വെച്ചാൽ അത് വാങ്ങിത്തരാൻ ആർക്കാണ് സാധിക്കുക? മഴയില്ലാതെ കഷ്ടപ്പെടുമ്പോൾ മഴ വർഷിപ്പിക്കാൻ ആർക്ക് സാധിക്കും സഹോദര? പ്രവാചകന്മാർക്ക് സാധിക്കുമോ? മലക്കുകൾക്ക് സാധിക്കുമോ? പുണ്യപുരുഷന്മാർക്ക് സാധിക്കുമോ? ആൾ ദൈവങ്ങൾക്ക് സാധിക്കുമോ? ജിന്നുകൾക്ക് സാധിക്കുമോ? പിശാചുകൾക്ക് സാധിക്കുമോ? പൂജിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾക്ക്, ആരാധന്മാർക്ക് സാധിക്കുമോ സഹോദര? ഇല്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത. അല്ലാഹുവേ, നീ തന്നാൽ തടയാൻ ഒരാളില്ല, ലോകത്തൊരാൾക്കും സാധ്യമല്ല. രോഗം നൽകുന്ന അല്ലാഹു തആല, ആ രോഗം മാറ്റാനോ ആ റബ്ബിന് മാത്രമേ സാധിക്കൂ. അല്ലാഹുമ്മ ശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദു സഖമ എന്ന പ്രാർത്ഥനയാണല്ലോ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത്. അതെ, രോഗം വന്നാൽ പ്രാർത്ഥിക്കാനായി പ്രവാചകൻ പറഞ്ഞു, അല്ലാഹുവേ, നീ ശിഫ നൽകണേ, നീ ശമനം നൽകണേ, നീയാണ് ശമനം നൽകുന്നവൻ, നിന്റെ ശമനമല്ലാതെ മറ്റൊരു ശമനമില്ല റബ്ബേ. അതുകൊണ്ട് നീ എനിക്ക് പൂർണ്ണമായ ശമനം പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചു. അതാണ് സഹോദരന്മാർ ഇസ്ലാം പഠിപ്പിച്ച മന്ത്രം എന്ന് പറയുന്നത്. ഇസ്ലാം പഠിപ്പിച്ച മന്ത്രം അതാണ്, മന്ത്രവാദമല്ല, നേരെമറിച്ച് മന്ത്രങ്ങളാണ്. ജീവിതത്തിൽ എല്ലാ രംഗത്തും പാലിക്കേണ്ടുന്ന മന്ത്രങ്ങൾ. മന്ത്രം എന്ന് കേൾക്കുമ്പോൾ, റുഖിയ എന്ന് കേൾക്കുമ്പോൾ അത് ജിന്നുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ല. ജീവിതത്തിൽ എല്ലാ രംഗത്തും നമുക്ക് പഠിപ്പിക്കപ്പെട്ട മന്ത്രങ്ങളുണ്ട്. സ്വന്തം ജീവിതത്തിൽ എല്ലാ ദിവസത്തിലും എല്ലാ സമയത്തും ഒരു മനുഷ്യന് അവന്റെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാവുന്ന ഒരുപാട് പ്രാർത്ഥനകൾ. അതെ, രോഗം വന്നാൽ പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, മന്ത്രമാണ്. അല്ലാഹുവേ, നീയാണ് ശമനം നൽകുന്നവൻ, നിന്റെ ശമനമല്ലാത്തൊരു ശമനമില്ല. അതുകൊണ്ട് പരിപൂർണമായ ശമനം നീ എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ പഠിപ്പിക്കുന്നു. അത് കൈയൊഴിക്കുകയും സമൂഹം അതിൽ നിന്ന് പിന്മാറുകയും പകരം രോഗം വരുമ്പോഴേക്ക് ഒന്നുകിൽ ദർഗയിലേക്ക്, ജാറങ്ങളിലേക്ക്, അല്ലെങ്കിൽ സിദ്ധന്മാരിലേക്ക്, തങ്ങന്മാരിലേക്ക്, ബീവിമാരിലേക്ക്, മുസ്ലിയാക്കന്മാരിലേക്ക് ആര് പഠിപ്പിച്ച സഹോദര ഈ ഒരു ശൈലി? ആ പോക്കാണ്, ആ രീതിയാണ് ഇത്തരം പ്രദേശങ്ങളിൽ ഹസീനമാർ സൃഷ്ടിച്ചത്. ഇനി അത് ഉണ്ടാകാൻ പാടില്ല, ഇനി ആവർത്തിക്കാൻ പാടില്ല. മാത്രവുമല്ല, അത്തരം സംഭവങ്ങൾ ഉണ്ടായി വന്നപ്പോൾ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും യഥാർത്ഥ പ്രതികളുടെ മുഖം മൂടി അടിക്കുകയും ആ പ്രതികളെ സമുദായത്തിന് മുമ്പിൽ തുറന്നു കാണിക്കുകയും ചെയ്തുകൊണ്ട് ഇത് ഈ രീതിയാണ് സ്വീകരിക്കുന്നത്, ഇത് പൈശാചികതയാണ്, ഇത് ശരിയല്ല എന്ന് മുസ്ലിം സമുദായത്തടക്കം പഠിപ്പിക്കേണ്ടതിനു പകരം യഥാർത്ഥ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുണ്ടാക്കി കൊടുത്തുകൊണ്ട് അവിടെയും തങ്ങളുടെ സ്വാർത്ഥമായ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ സംഘടനാപരമായ ചില വിദ്വേഷങ്ങളെ തൽക്കാലം അതങ്ങ് പറഞ്ഞ് ആ അരിശം തീർക്കാനുള്ള അവസരമായി ഉപയോഗിച്ച ആളുകൾ സമുദായത്തിലുണ്ട് എന്നുള്ളത് ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. അല്ലാഹു അവർക്കും സൽബുദ്ധി പ്രദാനം ചെയ്യുമാറാവട്ടെ. യഥാർത്ഥത്തിൽ ഒന്നിച്ചിരുന്നുകൊണ്ട് ഇത്തരം രീതികൾക്ക് ശക്തമായ പ്രചാരങ്ങളാണ് സമുദായത്തിൽ നടക്കേണ്ടത്. എന്തുകൊണ്ട് അത്തരം മുസ്ലിയാക്കന്മാർ രംഗത്ത് വന്നു? എന്തുകൊണ്ട് സിറാജുദ്ദീൻ മുസ്ലിയാർക്ക് മുമ്പിൽ ഒരു ഹസീന അങ്ങനെ ചികിത്സയ്ക്ക് വേണ്ടി ചെല്ലുന്ന സാഹചര്യമുണ്ടായി? എന്തുകൊണ്ട് ഇത്തരം ആളുകളെ മുമ്പിൽ
ക്യൂ നിൽക്കുന്ന മുസ്ലിമീങ്ങളെ കാണാൻ സാധിക്കുന്നു. പലരും ന്യായം പറയുന്നു, അവിടെ പോയി പറഞ്ഞാൽ ആശ്വാസം കിട്ടുന്നുവല്ലോ, അവിടെ പോയി അവിടുത്തെ ചികിത്സാ രീതികൾ സ്വീകരിച്ചാൽ ശമനം കിട്ടുന്നുവല്ലോ, അവർ നൽകുന്ന വെള്ളം കുടിച്ചാൽ, അവർ നൽകുന്ന നൂല് കെട്ടിയാൽ, അവർ നൽകുന്ന മന്ത്രങ്ങൾ ഉരുവിട്ടാൽ രോഗത്തിന് ആശ്വാസം ഉണ്ടാകുന്നുവല്ലോ, ശമനമുണ്ടാകുന്നുവല്ലോ എന്ന ന്യായമാണ് പലർക്കുമുള്ളതെങ്കിൽ അവിടെയാണ് പ്രവാചക അധ്യാപനം, അവിടെയാണ് സ്വഹേബത്തിന്റെ അധ്യാപനം. അതെ, അതൊരു പൈശാചികതയാണ്, അത് പിശാച് പൂജകന്മാരാണ്. പേരിൽ തങ്ങളെന്നുണ്ടായാലും ശരി, മുസ്ലിയാനെന്ന് പേരിട്ടാലും ശരി, ഏത് പേര് പറഞ്ഞാലും ശരി, യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പിശാച് പൂജയാണ്, പിശാചിനെ സേവിക്കലാണ്, ജിന്നിനോട് വിളിച്ചു പ്രാർത്ഥിക്കലാണ്, ജിന്നിനോട് സഹായം തേടലാണ്, കൊടിയ ശിർക്കിന്റെ വഴിയാണ് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ രീതി ഒരിക്കലും ഇസ്ലാം അനുവദിച്ചിട്ടില്ല, നമുക്കിത് ആവശ്യമില്ല, നമുക്കത് അനുയോജ്യമല്ല. നേരെ മറിച്ച് റബ്ബിലേക്ക്, റഹ്മാനായ റബ്ബിലേക്ക്, ലോക സൃഷ്ടാവിലേക്ക്, നമ്മുടെ രക്ഷിതാവിലേക്ക് മടങ്ങുകയാണ് നമുക്കുള്ള മാർഗം എന്ന തിരിച്ചറിവാണ് സഹോദരന്മാരെ നമുക്കിവിടെ ഉണ്ടാവേണ്ടത്. എങ്കിൽ ഇത്തരം ആൾ ദൈവങ്ങൾക്ക് നിലനിൽപ്പില്ലാതായി പോകും. അല്ലാത്ത കാലത്തോളം, പ്രമാണങ്ങളിലേക്ക് മടങ്ങാത്ത, ശരിയായ വിശ്വാസങ്ങളിലേക്ക് മടങ്ങാത്ത കാലത്തോളം ഇത്തരം ആൾ ദൈവങ്ങൾ തഴച്ചു വളർന്നുകൊണ്ടേയിരിക്കും. ജാതിയും മതവും ഇല്ലാതെ കോടികൾ സമ്പാദിക്കാനുള്ള മാർഗമായി അവരതിനെ കാണുമ്പോൾ മറുഭാഗത്ത് നമുക്ക് നഷ്ടം സംഭവിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിലാണ്. അതോടൊപ്പം ഈ ലോകത്തും പരലോകത്തും അങ്ങേയറ്റ നഷ്ടത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ചെന്ന് ചാടുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഏത് രംഗത്തും ശരിയായ വിശ്വാസം എന്തോ നാം അതിലേക്കാണ് മടങ്ങേണ്ടത്. ഈ ഒരു അടിസ്ഥാനം അല്ലാഹുവേ, നീ തന്നാൽ തടയാൻ ഒരാളില്ല, നീ തടഞ്ഞാൽ നൽകാനും ഒരാളില്ല. ഞാൻ വീട് വെക്കുമ്പോൾ ആ വീട് പണി പൂർത്തിയാകണോ വേണ്ടയോ, ആ വീട്ടിൽ സമാധാനമായി ജീവിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിക്കണമോ വേണ്ടയോ തീരുമാനിക്കുന്ന ആരാ? നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാരല്ല, നമ്മുടെ നാട്ടിലെ സിദ്ധന്മാരല്ല, നേരെ മറിച്ച് ലോകത്തിന്റെ രക്ഷിതാവാണ്. അതല്ലെങ്കിൽ രാവിലെ 4 മുസ്ലിയാക്കന്മാർ വിളിച്ചുകൊണ്ടുവന്ന് 2 വരി പാട്ടും പാടി തീർത്താൽ ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുമെന്ന് എങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കും സഹോദര? ഇല്ല, സാധിക്കില്ല. വീടിന് മുമ്പിൽ എഴുതി വെച്ചത് കാണാം, ഹിഫ്ലൻ യാ അഹ്ല ബദർ, ബദരീങ്ങളെ കാക്കണേ എന്ന് എഴുതി വെച്ച മുസ്ലിം വീടുകൾ കേരള മണ്ണിലുണ്ട്. ഗുരുവായൂരപ്പൻ ഈ വീടിന് ഐശ്വര്യം എന്ന് എഴുതി വെച്ച ഹൈന്ദവ വീടുകൾ ഈ നാടുകളിൽ ഉണ്ട്. യേശുക്രിസ്തു ഈ വീടിന്റെ രക്ഷകൻ എന്ന് എഴുതി വെച്ച ക്രൈസ്തവ വീടുകൾ ഈ നാടുകളിൽ ഉണ്ട്. അതേ പ്രമാണത്തിന്റെ സ്ഥാനത്ത് ചിന്തിക്കുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് ഇവരോടെല്ലാം പറയാനുള്ളത് ഈ ഒന്നും ശരിയല്ല. ഇവർക്കാർക്കും ഒരാളുടെയും വീട് കാക്കാൻ സാധ്യമല്ലെന്ന് മാത്രമല്ല, സ്വന്തം വീട് കാക്കാൻ പോലും സാധിക്കാത്തവരാണ് ഈ പറയപ്പെട്ടവരെല്ലാം എന്നാണ് നമുക്ക് അവരെ പഠിപ്പിക്കാനുള്ളത്. യേശുക്രിസ്തുവിന് അദ്ദേഹത്തെ സ്വന്തം വീട് കാക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ ആർക്കാ തർക്കമുള്ളത്? സ്വന്തം ശരീരം കാക്കാൻ കഴിയാതെ, സ്വന്തം തടി കാക്കാൻ കഴിയാതെ ക്രൂശിക്കപ്പെട്ടുവെന്നല്ലേ അവർ വിശ്വസിക്കുന്നത് യഥാർത്ഥത്തിൽ. എങ്കിൽ പിന്നെ അത്തരം ഒരാൾക്ക് എങ്ങനെ ലോകത്തുള്ള മൊത്തം മനുഷ്യരെ സഹായിക്കാൻ സാധിക്കും? ബദരീങ്ങൾ യുദ്ധരംഗത്ത് കൊല്ലപ്പെട്ടവരാണ്. അതേപോലെ അല്ലാതെയും പിന്നീട് യുദ്ധത്തിന് ശേഷമായും പലപ്പോഴായി പല രൂപത്തിലായി ഈ ലോകത്തുനിന്ന് യാത്ര പറഞ്ഞു പോയവരാണ്. സ്വന്തം ശരീരത്തിലേക്ക് വന്ന അത്തരം അക്രമങ്ങളെ, ആ നിൽക്കുന്ന പ്രശ്നങ്ങളെ അത് തങ്ങളുടെ ദിവ്യശക്തി കൊണ്ട് ഇല്ലാതാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ അവരുടെ കാലശേഷം 14 കഴിഞ്ഞിട്ട് ആ ബദരീകൾ വിളിച്ചുകൊണ്ട് ഞങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞാൽ കാക്കാൻ എങ്ങനെ സാധിക്കും സഹോദര? 1000 കൊല്ലം മുമ്പ് ഇറാഖിലെ ബഗ്ദാദിൽ മരിച്ചു മറവിട്ടു പോയ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി റഹിമഹുല്ലാ എന്ന മഹാനായ പ്രബോധകൻ, അദ്ദേഹത്തിന് സ്വന്തം ശരീരത്തിലേക്ക് വന്ന മരണത്തെ തടുക്കാൻ സാധിക്കാത്ത അദ്ദേഹം പിന്നെ 1000 കൊല്ലം കഴിഞ്ഞിട്ട് ഈ കൊല്ലം ജില്ലയിൽ, ഈ കരുനാഗപ്പള്ളിയിൽ അല്ലെങ്കിൽ ലോകത്തുടനീളമുള്ള മനുഷ്യരുടെ വിളിക്കുത്തരം ചെയ്യാനായി കാത്തിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ അതെങ്ങനെ സഹോദര നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും? അതുകൊണ്ട് ഇല്ല, അവർക്കാർക്കും നമ്മുടെ വാഹനം കാക്കാൻ കഴിയില്ല. നമ്മുടെ വാഹനത്തിന്റെ ഐശ്വര്യം അവരാരുമല്ല. നമ്മുടെ വാഹനത്തിന്റെ ഐശ്വര്യം ഒരു സിദ്ധനുമല്ല, ഒരു ആൾദൈവവുമല്ല, ഒരു പ്രതിഷ്ഠയുമല്ല, ഒരു ദേവിയുമല്ല, ഒരു ദേവനുമല്ല, ഒരു ബീവിയുമല്ല, ഒരു ബാബയുമല്ല. നമ്മുടെ വാഹനത്തിന്റെ ഐശ്വര്യം, നമ്മുടെ വാഹനത്തിന്റെ കാവൽ, ആ വാഹനം നൽകിയവനാരോ, ഈ ലോകത്തെ സംവിധാനിച്ചവനാരോ, ഈ ലോകത്തെ സൃഷ്ടാവാരോ, നമ്മെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തവനാരോ, അവന് മാത്രമാണ് നമ്മെ കാക്കാൻ സാധിക്കുക, നമ്മുടെ വാഹനത്തെ കാക്കാൻ സാധിക്കുക. അതല്ലാത്തൊരു സൃഷ്ടിക്കും ഇല്ല. ആ രക്ഷിതാവിന്റെ, ആ ദൈവത്തിന്റെ തീരുമാനങ്ങൾക്ക് അപ്പുറത്ത് ഒരു സെക്കൻഡ് പോലും ഇടപെടാൻ അവർക്കാർക്കും സാധ്യമല്ല എന്നുള്ള കാര്യം തീർച്ചയാണ് സഹോദരന്മാരെ നാം അത് ഉറപ്പിച്ച് വിശ്വസിക്കുക. ജീവിതത്തിലെ ഏത് രംഗത്തും അന്ധവിശ്വാസം ഒഴിവാകാൻ ആ ഒരു മാർഗമേയുള്ളൂ. വിവാഹ രംഗത്താണെങ്കിലും, ജനനവുമായി ബന്ധപ്പെട്ടാണെങ്കിലും, മരണവുമായി ബന്ധപ്പെട്ടാണെങ്കിലും എണ്ണയിലൊടുങ്ങാത്ത അന്ധവിശ്വാസങ്ങളും മാമൂലുകളും ഉള്ള
കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഒരാൾ മരിക്കുന്നതോട് കൂടി ആരംഭിക്കുന്നു അവിടെ അന്ധവിശ്വാസങ്ങളുടെ ഘോഷയാത്ര. മരിക്കുന്ന ആ ദിവസം മുതൽ അങ്ങോട്ട് ആ മരിച്ചാളുടെ പേര് പറഞ്ഞ് ചൂഷണങ്ങൾ ആ വീട്ടിൽ നടക്കുകയാണ്. പണം പൊടിക്കാനുള്ള മാർഗമായി പല പുരോഹിതന്മാരും അതിനെ കാണുകയാണ്. മയ്യത്തിന്റെ പേരിൽ 3, 7, 14, 40 ആണ്ടും അടിയന്തരങ്ങളും ഒക്കെ ആ വീട്ടുകാരെ കൊണ്ട് നടത്തിപ്പിച്ചിട്ട് എന്താ ലാഭമുള്ളത്? അതിന് നേതൃത്വം നൽകുന്ന ആളുകൾക്ക് സാമ്പത്തിക ലാഭമുണ്ട് എന്നല്ലാതെ അതിനെപ്പുറത്ത് വേറെ പ്രത്യേകിച്ച് ലാഭങ്ങളൊന്നും ഇസ്ലാം അതുകൊണ്ട് പരിചയപ്പെടുത്തുന്നില്ല. ഇസ്ലാമിൽ അത്തരം ആചാരങ്ങളുമില്ല, അത് പഠിപ്പിച്ചിട്ടുമില്ല. പാടില്ല എന്നാ പഠിപ്പിച്ചത്. പ്രവാചക സ്വഹാബി ജഅഫർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ പ്രവാചകർ മറ്റു സ്വഹാബിമാരോട് പറഞ്ഞു, ഇസ്നഉ ലി ആലി ജഅഫറിൻ തുഅമാ, ജഅഫറിന്റെ കുടുംബത്തിന് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. എന്തിന്? ആ ജഅഫർ വഫാത്തായത് കൊണ്ട്, ജഅഫർ മരിച്ചത് കൊണ്ട് ജഅഫറിന്റെ ഭാര്യയും മക്കളും ഇന്ന് വിഷമത്തിലാണ്, ദുഃഖത്തിലാണ്. അവർ ഭക്ഷണം ഉണ്ടാക്കില്ല, അവർ ഭക്ഷണം കഴിക്കില്ല. അതുകൊണ്ട് അയൽവാസികളായ ആളുകളൊക്കെ പ്രത്യേകിച്ചും ഒരു ഭക്ഷണവുമായി ചെന്ന് ഒന്ന് സമാധാനിപ്പിച്ച് അവരെ നിങ്ങൾ തീറ്റിക്കണേ, അവരെ നിങ്ങൾ ഭക്ഷിപ്പിക്കണേ എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിന്റെ അനുയായികൾ അവസാനം ഇന്ന് എവിടെ എത്തി? ഒരാൾ മരിച്ചാൽ പിന്നെ ഒരാഴ്ചയൊന്നാകെ അയൽപ്പക്കത്തെ വീടുകൾ എവിടെയും ഭക്ഷണം ഉണ്ടാക്കാൻ ആവശ്യമില്ല, എല്ലാവർക്കുമുള്ള ഭക്ഷണം ഈ വീട്ടിലാണ് എന്നിടത്തേക്ക് ഇന്ന് സാഹചര്യങ്ങൾ മാറി. ഇല്ല സഹോദര, ഇത് ഇസ്ലാം പരിചയപ്പെടുത്തിയതല്ല. അതേപോലെ ദുആയും സ്വലാത്തും തസ്ബീഹും എല്ലാം ഇന്ന് കച്ചവടമായി മാറുകയാണ്. ദുആ സമ്മേളനങ്ങൾ നാടൊന്നാകെ വരികയാണ്, സ്വലാത്ത് വാർഷികങ്ങൾ നാടൊന്നാകെ വരികയാണ്, ദിക്ർ ദുആ സമ്മേളനങ്ങൾ നാടൊന്നാകെ വരികയാണ്. എന്നാ ദുആ ഉണ്ടായത്? ആരാ ദുആ പഠിപ്പിച്ചത്? ഈ കാണുന്ന ദിക്റുകൾ, ഈ കാണുന്ന പ്രകീർത്തനങ്ങൾ ആരാ പഠിപ്പിച്ചത്? അല്ലാഹുവിന്റെ വഹയി പ്രകാരം അവിടുത്തെ പ്രവാചകനാണല്ലോ നമ്മെ പഠിപ്പിച്ചത്. എങ്കിൽ ആ പ്രവാചക കാലഘട്ടത്തിൽ ഉണ്ടോ ഈ വക രീതികൾ? ആ പ്രവാചകൻ പരിചയപ്പെടുത്തിയോ ഈ വക രീതികൾ? അവരാരെങ്കിലും ദിക്റിന്റെ പേരിൽ, പ്രാർത്ഥനയുടെ പേരിൽ, അതേപോലുള്ള പ്രകീർത്തനങ്ങളുടെ പേരിൽ സമുദായത്തിന് പണം വാങ്ങിയതായി, സമുദായത്തെ ചൂഷണം ചെയ്തതായി കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. നേരെ മറിച്ച് മറ്റു മതങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. വരുന്ന വഴിയിൽ യാത്രാമധ്യേ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടു പല പുണ്യാത്മാക്കളെയും പേര് പറഞ്ഞ് സംഘടിപ്പിക്കപ്പെടുന്ന ആഘോഷങ്ങൾ. എന്താ അവരുടെ വിശ്വാസം? അവരെ കിടയാളന്മാരാക്കി പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്നാണ്, അവരെ ഇടയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കാൻ എളുപ്പമാണ് എന്നാണ്. എങ്കിൽ ഇസ്ലാം പരിചയപ്പെടുത്തിയത് എന്താ? ആവശ്യമില്ല എന്നാണ്. ജീവനാടിയേക്കാളും സമീപസ്ഥനാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു മതമാണ് ഇസ്ലാം. ഈ ലോകത്തിന് സൃഷ്ടാവ് ജീവനാടിയേക്കാൾ സമീപസ്ഥനായി, ഏതു സമയത്തും പ്രാർത്ഥന കേൾക്കാൻ സന്നദ്ധനായി, എത്ര വലിയ പാപിയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ സന്നദ്ധമായാൽ സ്വീകരിക്കാൻ തയ്യാറായി കൈ നീട്ടി നിൽക്കുന്ന രീതിയിലാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയത്. എങ്കിൽ ആ റബ്ബിലേക്ക് അടുപ്പിക്കാൻ, ആ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ഇടയിൽ ആളാവശ്യമില്ല, ഇടയാളൻ ആവശ്യമില്ല. ഇടയിൽ ആളെ വെക്കാൻ ഇടയുണ്ടായിട്ട് വേണ്ട സഹോദരന്മാരെ ആളെ വെക്കുക. ഇടയില്ല. ദൈവത്തിനും അവൻ അടിമക്കും ഇടയിൽ, അള്ളാഹുവിനും അവന്റെ അടിമക്കും ഇടയിൽ ഒരു ഇടയില്ല. ഇടയുണ്ടെങ്കിലല്ലേ ഇടയിൽ ആളെ വെക്കുക. അതുകൊണ്ട് ആ രീതികൾ നമുക്ക് ആവശ്യമില്ല. ഇസ്തിഗാസ എന്ന് പേരിട്ടാലും ശരി, തവസ്സുൽ എന്ന് പേരിട്ടാലും ശരി, ഹഖ് ജാഹ് ബർക്കത്ത് എന്ന ഓമന പേരിൽ പരിചയപ്പെടുത്തിയാലും ശരി, അവരൊക്കെ വലിയവരല്ലേ, അവരൊക്കെ മഹാന്മാരല്ലേ, അവരോട് പറഞ്ഞിട്ട് അവരെ പോയി പറയട്ടെ. അങ്ങനെയല്ലേ മന്ത്രിമാരുടെ മുമ്പിൽ, അങ്ങനെയല്ലേ രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ എന്ന് ന്യായം പറഞ്ഞാലും ശരി, അതെ മന്ത്രിമാരുടെ മുമ്പിൽ അങ്ങനെയായിരിക്കാം, രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ അങ്ങനെയായിരിക്കാം. പക്ഷേ നമ്മെ സൃഷ്ടിച്ച, നമ്മെ സംവിധാനിച്ച, നമുക്ക് വെള്ളവും വായുവും നൽകിക്കൊണ്ടിരിക്കുന്ന, ഈ സംസാരിക്കാൻ ശേഷി പോലും നൽകിക്കൊണ്ടിരിക്കുന്ന, നമ്മെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന നമ്മുടെ രക്ഷിതാവ് ജീവനാടിയേക്കാളേറെ സമീപസ്ഥനായ, നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാൻ സന്നദ്ധമായി നിൽക്കുന്ന, നമ്മുടെ ഭാവി ഭൂത വർത്തമാനങ്ങളെ പൂർണ്ണമായി അറിയുന്ന ആ രക്ഷിതാവിലേക്ക് അടുപ്പിക്കാൻ പിന്നെ അയൽവാസിയെ കൂട്ടി പോകേണ്ട കാര്യമില്ല. നമ്മെ ആ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ, നമ്മുടെ കാര്യം ദൈവത്തിന് മുമ്പിൽ പോയി പറഞ്ഞ് പരിചയപ്പെടുത്താൻ, അവിടെ പോയി വാങ്ങിത്തരാൻ ഇറാഖിൽ നിന്ന്, ബഗ്ദാദിൽ നിന്ന് ഒരാളെ കൂട്ടുപിടിക്കേണ്ട ആവശ്യം നമുക്കില്ല. മമ്പുറത്തിൽ നിന്ന്, പുത്തമ്പള്ളിയിൽ നിന്ന്, അജ്മീറിൽ നിന്ന്, ഏർവാടിയിൽ നിന്ന്, നാഗൂരിൽ നിന്ന്, പൊന്നാനിയിൽ നിന്ന്, പുതുപൊന്നാനിൽ നിന്ന്, ഭീമാപള്ളിയിൽ നിന്ന് ഒന്നും ഒരാളെ കൂട്ടിപ്പിടിച്ച് അയാളുടെ വഴി ആ ദൈവത്തിലേക്ക് അടുക്കേണ്ട സാഹചര്യം നമുക്കില്ല. നേരെ മറിച്ച് എത്ര വലിയ പാപികളാണെങ്കിലും ശരി, എത്ര വലിയ ദോഷം ചെയ്തവരാണെങ്കിലും ശരി, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ വിളി നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല എന്നാണ്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. എല്ലാം പൊറുക്കാൻ, എല്ലാം മാപ്പാക്കാൻ ആ റബ്ബ് തയ്യാറാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ, അല്ല നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടില്ലെന്ന് പറഞ്ഞാൽ, നമ്മൾ തേടിയാൽ ആ റബ്ബ് സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ധിക്കാരമല്ലേ, ഏറ്റവും വലിയ നന്ദികേടല്ലേ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട്
ആ റബ്ബിലേക്ക് പൂർണ്ണമായി മനസ്സ് തിരിക്കാൻ നമുക്ക് സാധിക്കണം. ആത്മാർത്ഥമായി പ്രഖ്യാപിക്കാൻ സാധിക്കണം, അല്ലാഹുവേ എനിക്ക് നീ മതി, എനിക്ക് അല്ലാഹു മതി എന്ന് പ്രഖ്യാപിക്കാൻ നമുക്ക് സാധിക്കണം. ആദ്യ തലമുറകളിൽ കാണാനാവുന്നില്ല നമുക്ക് ഇത്തരം ദുആ സമ്മേളനങ്ങള്. അതൊക്കെ പിന്നീട് സൂഫികളായ ആളുകൾ രംഗത്ത് വന്നപ്പോൾ അവരാണ് തങ്ങളുടെ പല നേതാക്കന്മാർക്കും അപ്പുറമായി സങ്കല്പിക്കുകയും അവരൊക്കെ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്നും അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ പ്രാർത്ഥിക്കാനുള്ളത് അവരെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറയുകയും അതുവഴി ഒരു ചൂഷണത്തിന്റെ ഉപാധി അവിടെ തുറക്കപ്പെടുകയും ചെയ്തു. 500ഓളം സഹാബിമാരെ കണ്ട ഹസൻ ബസരി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ചില ആളുകൾ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയുടെ സ്വരമൊന്ന് ഒരൽപ്പം കൂടിയപ്പോഴേക്ക് അദ്ദേഹം ഗൗരവമായി ഇടപെട്ടുകൊണ്ട് പറഞ്ഞു, സ്വഹാബിമാർ പ്രാർത്ഥിക്കുമ്പോൾ ശബ്ദമുണ്ടാകുമായിരുന്നില്ല. സ്വഹാബിമാർ പ്രാർത്ഥിക്കാണ്ട് സ്വഹാബിമാർ ധാരാളമായി പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷേ ശബ്ദം കേൾക്കുമായിരുന്നില്ല. ആ സ്വഹാബിമാരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവരും അവരുടെ രക്ഷിതാവും തമ്മിലുള്ള, അവരും അള്ളാഹും തമ്മിലുള്ള സ്വകാര്യ ഭാഷണങ്ങളായിരുന്നു അവിടെ പ്രാർത്ഥനകളെന്ന് അന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിൽ പിന്നീട് ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ തഫ്സീർ എഴുതിയ അബൂ ഹയ്യാൻ ഉൻദുലുസി റഹിമഹുല്ലാ എന്ന പണ്ഡിതൻ തന്റെ ഖുർആൻ വ്യാഖ്യാനത്തിൽ ദുആയുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ ഹസൻ ബസ്രിയുടെ ഈ വാചകം എടുത്തു കൊടുത്തതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, നമ്മുടെ ഈ കാലഘട്ടം വല്ലാത്ത അത്ഭുതം തന്നെ. 700 കൊല്ലം മുമ്പ് എഴുതി വെക്കുന്നു, അത്ഭുതകരമായ ഈ കാലത്തെങ്ങാനും ആ ഹസൻ ബസ്രി ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം എന്തായിരിക്കും പറയുക എന്നാൽ അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരൽപ്പം ശബ്ദം കൂടിയപ്പോഴേക്ക് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഇന്നിതാ ശബ്ദം കൂട്ടി പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാരുണ്ടായിരിക്കുന്നു എങ്ങനെ ഇക്കാലത്ത് ഹസൻ ബസ്രി ഉണ്ടെങ്കിൽ എന്തു പറയുമെന്നാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. 700 കൊല്ലം മുമ്പ് എഴുതിയ കിതാബിൽ അദ്ദേഹം പറയുന്നു, ഇപ്പൊ ചില ആളുകൾ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്, അവരൊക്കെ ശൈഖന്മാരാണ്, ശൈഖുനമാരാണ് എന്നാണ് അവർ സ്വയം പേര് വിളിക്കുന്നത്. അവർ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. സാധാരണക്കാരുടെ മനസ്സിൽ മേന്മയുടെ വേഷമായി, നന്മയുടെ വേഷമായി അംഗീകരിക്കപ്പെട്ട വേഷം അവർ സ്വീകരിക്കുന്നു. അവർ അധ്വാനിക്കാനൊന്നും പോകുന്നില്ല, ജോലിക്ക് അവർ പോകുന്നില്ല, പള്ളികളിൽ അവർ ചടഞ്ഞുകൂടിയിരിക്കുന്നു, അല്ലെങ്കിൽ പ്രത്യേകമായ കേന്ദ്രമുണ്ടാക്കി, പ്രത്യേകമായ ആശ്രമമുണ്ടാക്കി അവിടെ അവർ കൂടുന്നു, ജനങ്ങൾ അങ്ങോട്ട് വിടുന്നു. ഇവർക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ട്, ഒരുപാട് മുരീദന്മാരുണ്ട്. ആ മുരീദന്മാരുടെ പണി എന്താണ് എന്നോ, ഈ ശൈഖുനമാരുടെ കറാമത്തുകൾ അവരെങ്ങനെ പ്രചരിപ്പിക്കുന്നു. ഈ ശൈഖുനമാർക്ക് വേണ്ടി ശിഷ്യന്മാർ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് അത് ഏടുകളിലാക്കി അവർ അച്ചടിച്ച് സമുദായത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ജനങ്ങളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നു, ജനങ്ങൾ വരുന്നു, ജനങ്ങൾക്ക് മുമ്പിൽ അവർ പ്രത്യേകമായ ഹാവഭാവങ്ങൾ കാണിക്കുന്നു, ജനങ്ങൾക്ക് അവർ കൈ നീട്ടിക്കൊടുക്കുന്നു, ചുംബിക്കാൻ വേണ്ടി അവർ കൈ നീട്ടിക്കൊടുക്കുന്നു, ജനങ്ങൾ അങ്ങനെ കൈ ചുംബിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ശൈഖന്മാർ, ഈ ശൈഖുനമാർ, ഈ പുരോഹിതന്മാർ സമൂഹത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ദിക്റുണ്ടാക്കി കൊടുക്കുന്നു. ഏത് ദിക്റാണ് എന്നോ, ലം യഅതി ബിഹാ കിതാബുൻ മുനസ്സൽ വലാ നബിയ്യുൻ മുർസൽ, ലോകത്ത് വന്ന ഒരൊറ്റ നബിക്കും പരിചയമില്ലാത്ത, അല്ലാഹു തആല ഇറക്കിയ ഒരൊറ്റ കിതാബിലും വന്നിട്ടില്ലാത്ത പുതിയ പുതിയ ദിക്റുകൾ അവരുണ്ടാക്കുന്നു. അത് അവർ സമുദായത്തിന് കൈമാറുന്നു, സമുദായം അത് ഏറ്റുവാങ്ങുന്നു എന്ന് അദ്ദേഹം പറയാണ്. ഏറ്റവും വലിയ അത്ഭുതം, ഈ ശൈഖുനമാർക്കും പണം കൊടുക്കാൻ ആളുണ്ടല്ലോ, ഈ ശൈഖുനമാർക്ക് വേണ്ടി നേർച്ച നേരാൻ ആളുണ്ടല്ലോ എന്നാണ് ഏറ്റവും വലിയ അത്ഭുതമെന്ന് അബൂ ഹയ്യാൻ റഹിമഹുല്ലാ തഫ്സീർ ബഹ്ർ മുഹീത്തിൽ സൂറത്ത് അറാഫിന്റെ 55-ാമത്തെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ എഴുതി വെച്ചത് 700 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. പക്ഷേ ഇന്നും നമ്മൾ വായിക്കുമ്പോൾ ഇന്ന് നമ്മളാരോ എഴുതിയതാണ് എന്ന് തോന്നുമാറാണല്ലോ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പോലും അനുഭവപ്പെടുന്നത്. എങ്കിൽ അന്നങ്ങനെയാണെങ്കിൽ ഇന്നത്തേത് പറയാനുണ്ടോ? ഈ പുരോഹിതന്മാർ തന്നെയാണ് ഇങ്ങനെ പലതും ഉണ്ടാക്കിയത്. അവരാണ് ഹദ്ദാദ് ഉണ്ടാക്കിയത്, പ്രവാചകൻ പഠിപ്പിച്ചതല്ല. അവരാണ് നാരിയാസ്റാത്ത് ഉണ്ടാക്കിയത്, പ്രവാചകൻ പഠിപ്പിച്ചതല്ല. അവരാണ് മങ്കൂസും സർഫനാമും ജഅല മുഹമ്മദും അടക്കമുള്ള മൗലീദുകൾ സ്ഥാപിച്ചത്. അവരാണ് മുഹിദ്ദീമാലയും നിഫാലിമാലയും ബദർമാലയും അടക്കമുള്ള മാലപ്പാട്ടുണ്ടാക്കിയത്, പ്രവാചകൻ പഠിപ്പിച്ചതല്ല. നാരിയാസ്റാത്ത് 600 കൊല്ലം മുമ്പ് മൊറോക്കോയിൽ നിന്ന് ഒരു പുരോഹിതന്റെ വകയായി കെട്ടിച്ചമച്ചുണ്ടാക്കപ്പെട്ട ശിർക്കായ സ്വലാത്താണ്. 600 കൊല്ലം മുമ്പ് ഹിജ്റ 800-കളിൽ മൊറോക്കോയിൽ ജീവിച്ച ഇബ്രാഹിം
ഇബ്രാഹിമുൻ നാസി എന്ന് പറയുന്ന ഒരു പുരോഹിതൻ, അയാളാണ് ഇതിന്റെ ഉപജ്ഞാതാവ്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ അലാ സയ്യിദിനാ മുഹമ്മദിൻ അല്ലദി തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫറജു ബിഹിൽ ഖുറബ് വതുഖലാ ബിഹിൽ ഹവായിജ് വതുനാലു ബിഹിൽ റഗായിബ് വഹുസ്നുൽ ഖവാതിം വയുസ്തസ്ഖൽ ഗമാം ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക എന്ന ശിർക്കായ സ്വലാത്ത്, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന, അല്ലാഹുവിന്റെ പല വിശേഷണങ്ങളും പ്രവാചകർക്ക് ചാർത്തി കൊടുക്കുന്ന ഈ ശിർക്കൻ സ്വലാത്ത്, ബഹുദൈവാരാധനാ വിശ്വാസം ഉൾക്കൊള്ളുന്ന ഈ സ്വലാത്ത് 600 കൊല്ലം മുമ്പ് മാത്രം മൊറോക്കോയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണ്. നമുക്കത് ആവശ്യമില്ല സഹോദര. മങ്കൂസ് മൗലിദ് 400 കൊല്ലങ്ങൾക്ക് മുമ്പ് പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്ത് നിന്നുണ്ടായി വന്നതാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലും ഉറപ്പില്ല ചരിത്രങ്ങൾ വായിക്കുമ്പോൾ. എങ്കിൽ നമുക്ക് എന്തിന് അത് ആവശ്യമുണ്ട്? അതേപോലെ മുഹിദ്ദീമാല 400 കൊല്ലം മുമ്പ് കോഴിക്കോട് അത്തൂറക്കാരിൽ ഉണ്ടാക്കിയ ഒരു പാട്ടാണ്. കോഴിക്കോട് അത്തൂറ തന്നിൽ പിറന്നോവർ കുർവ ഇതൊക്കെയും നോക്കിയെടുത്തോവർ അവർ സ്വന്തം ബൈതീനും ബഹ്ജാ കിതാബീനും അങ്ങനെ തക്മീല തന്നിന്നും കണ്ടോവർ എന്ന് പറഞ്ഞ കോഴിക്കോട് അത്തൂറക്കാരൻ ചാളിയത്തുകാരൻ എഴുതിയൊരു പാട്ട് എന്തിനാ സഹോദരന്മാരെ നമ്മൾ ഇസ്ലാമിന്റെ പാട്ടായി കൊണ്ടുനടക്കുന്നത്? ഏത് മാലയെടുത്താലും, ഏത് മൗലിദെടുത്താലും, ഏത് റാത്തീബ് എടുത്താലും, ഏത് ഹദ്ദാദ് എടുത്താലും അതിനെല്ലാം വശം ഇത് തന്നെയാണ്. ഖുതുബിയ്യത്താണെങ്കിൽ 300 കൊല്ലം മുമ്പ് തമിഴ്നാട്ടിലെ കീഴക്കരയിൽ ജീവിച്ച് മരിച്ച സദഖത്തുല്ലാഹിൽ കായിലി എന്ന് പറയുന്ന കായിൽ പട്ടണം സ്വദേശിയായ സദഖത്തുല്ലാഹ് മുസ്ലിയാർ എന്നൊരു മുസ്ലിയാർ 1940 ജനിച്ച് 1115 മരിച്ച, അഥവാ 315 കൊല്ലം മുമ്പ് വഫാത്തായ ഒരു മുസ്ലിയാർ, തമിഴ്നാട്ടിലെ കായിൽ പട്ടണം സ്വദേശിയായ മുസ്ലിയാർ, അയാൾ ഉണ്ടാക്കിയ പാട്ടാണ് ഖുതുബിയ്യത്ത്. നമുക്ക് എന്തിന് ഈ ഖുതുബിയ്യത്ത് ആവശ്യമുണ്ട്? ഇസ്ലാമിലുണ്ടോ ഇതിന് വല്ല സ്ഥാനവും? ഇല്ല സഹോദര, നമുക്കത് ആവശ്യമില്ല. അതുകൊണ്ട് ശരിയായ പ്രമാണങ്ങളിലേക്ക് നമ്മൾ മടങ്ങേണ്ടതുണ്ട്. ഖുർആനിലേക്ക് നമ്മൾ മടങ്ങേണ്ടതുണ്ട്. ഈ നാട്ടിലെ ഓരോ വീട്ടിലും ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാർ കയറി ഇറങ്ങിയത് ഈ ഒരു ആശയം പഠിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. അതല്ലാതെ നിങ്ങൾ ഇന്ന് മുതൽ ജിന്നിനെ വിളിച്ചോ എന്ന് പറയാനല്ല, നിങ്ങൾ ഇന്ന് മുതൽ ജിന്നി ചികിത്സാ കേന്ദ്രം ആരംഭിച്ചോ എന്ന് പറയാനല്ല, നിങ്ങൾ ഇന്ന് മുതൽ പ്രത്യേകമായ മന്ത്രവാദമില്ല ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേക്ക് വരുമെന്ന് പറയാനല്ല. നേരെ മറിച്ച് ഇതൊന്നും ഇസ്ലാമികമല്ലെന്ന് പറയാൻ, ഈ വക ചികിത്സാ രീതികളും ഈ വക മന്ത്രവാദങ്ങളും അതിന്റെ മറവിൽ നടക്കുന്ന ഈ വക തോന്നിവാസങ്ങളും അത് ഇസ്ലാമിന്റെ പേരിൽ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്നുവെങ്കിലും ഇസ്ലാം ഒരിക്കലും അത് ഉത്തരവാദിയല്ല, അത് ഇസ്ലാമിന്റെ ആശയമല്ല എന്ന് ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരെയും അവന്റെ ജാതി നോക്കാതെ, അവന്റെ മതം നോക്കാതെ, അവന്റെ വർഗം നോക്കാതെ, അവന്റെ ആശയം നോക്കാതെ, അവന്റെ വിശ്വാസം നോക്കാതെ ഈ നാട്ടിലെ മുഴുവൻ വീട്ടിലേക്കും കയറി ചെല്ലാനാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. പക്ഷെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. ഓരോ വീട്ടിലേക്കും കയറി ചെന്നിട്ട് പറഞ്ഞു കൊടുക്കാൻ സഹോദര, ഇതാ ഈ ഹസീന കൊല്ലപ്പെട്ടത്, ഈ സിറാജുദ്ദീൻ മുസ്ലിയാർ, അയാളെ പേര് മുസ്ലിയാരാണെങ്കിലും പേര് സിറാജുദ്ദീൻ എന്താണെങ്കിലും അയാൾ ചെയ്ത ഈ പണി ഇസ്ലാമുമായി ബന്ധമില്ല, മുസ്ലിമീങ്ങൾക്ക് അത് ഉത്തരവാദിത്തമില്ല, അത് ഇസ്ലാമിന്റെ ആശയമല്ല എന്ന് ഈ നാട്ടുകാര് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. ജിന്നിന്റെ പേര് പറഞ്ഞ്, പിശാചിന്റെ പേര് പറഞ്ഞ് നടക്കുന്ന ഈ വക രീതികൾ ഇസ്ലാം പഠിപ്പിച്ചതല്ല എന്ന്, ഇസ്ലാമിന് അതിന് ബന്ധമില്ല എന്ന് ഈ സമുദായത്തെ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. ആ ബാധ്യത നിർവഹിക്കാൻ വേണ്ടി മാത്രമാണ് എൻലൈറ്റനിങ് കോൺഫറൻസ് എന്ന ഈ കോൺഫറൻസ് ഇവിടെ സംഘടിപ്പിച്ചത്. വിസ്ഡം എന്ന ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അത് ലോകത്തോട് മൊത്തം വിളിച്ചു പറയാനുള്ള ഒരു സംരംഭമായിട്ടാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇതിനപ്പുറത്ത് മറ്റു താല്പര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ആർക്കുമില്ല എന്ന കാര്യം ഏതൊരാൾക്കും ബോധ്യമുള്ളതാണ്. ലോകത്തോട് മൊത്തം വിളിച്ചു പറയാൻ, ലോകത്തോട് മൊത്തം മനുഷ്യരോട് ഇസ്ലാമിന്റെ മേന്മകള്, ഇസ്ലാമിന്റെ ശരിയായ അധ്യാപനങ്ങള്, എന്താണ് ഇസ്ലാം എന്ന്, നാട്ടിൽ കാണുന്ന മാമൂലുകളല്ല ഇസ്ലാം എന്ന് പറയാൻ, നാട്ടിൽ കാണുന്ന അന്ധവിശ്വാസങ്ങളല്ല ഇസ്ലാം എന്ന് പറയാൻ, നാട്ടിൽ കാണുന്ന അനാചാരങ്ങളല്ല ഇസ്ലാം എന്ന് പറയാൻ, ശരിയായ ഇസ്ലാം അതിന്റെ പ്രമാണങ്ങളിലാണ്, വിശുദ്ധ ഖുർആനിലാണ്, തിരുസുന്നത്തിലാണ്, പ്രവാചക അധ്യാപനങ്ങളിലാണ്. ആ പ്രവാചകനിൽ നിന്ന് മതം പഠിച്ച സ്വഹാബിമാർ, ആ സ്വഹാബത്തിൽ നിന്ന് മതം സ്വീകരിച്ച താബിഈകൾ, ആ താബിഈകളിൽ നിന്ന് കൈമാറി സ്വീകരിച്ച തബഉ താബിഈകൾ, അവരൊക്കെ പരിചയപ്പെടുത്തിയ ശരിയായ മതത്തിന് ഇതുമായി ബന്ധമില്ലെന്ന് പഠിപ്പിക്കാൻ, അതേപോലെ മന്ത്രവാദത്തിന്റെ മറവിൽ, അതേപോലുള്ള തട്ടിപ്പുകളുടെ മറവിൽ ഈ സമുദായം ഇനിയും ചൂഷണം ചെയ്യപ്പെടാതിരിക്കുവാൻ, ഇനിയും അത്തരം അസീനമാർ ഉണ്ടാവാതിരിക്കുവാൻ, ഇനിയും ഒരു സിറാജുദ്ദീൻ മുസ്ലിയാർക്ക് തൊട്ടപ്പുറത്ത് പോയിട്ട് ബോർഡ് വെച്ച് ചികിത്സയുടെ പേരും പറഞ്ഞ് അവിടെ പോയി രണ്ടാമത് ചൂഷണം ആരംഭിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അതിന്
ശരിയായ മന്ത്രം എന്ത് എന്നുകൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇസ്ലാം പരിചയപ്പെടുത്തിയ മന്ത്രം എന്റെ ജീവിതത്തിൽ ഞാൻ പാലിക്കേണ്ടതാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവര് പാലിക്കേണ്ടതാണ്. ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും അവരുടെ ജീവിതത്തിൽ അവര് പാലിക്കേണ്ടതാണ്. അതിന് മന്ത്രവാദിയുടെ ആവശ്യമില്ല, ഒരു പുരോഹിതന്റെ ആവശ്യമില്ല, ഒരാളെ തേടി പോകേണ്ട കാര്യമില്ല, ബോർഡ് വെച്ച് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇതാ ഇന്നാളെടുത്ത് പോയാൽ അയാൾ മന്ത്രിച്ചു തരും, അയാൾ നടത്തി തരുമെന്ന് പറഞ്ഞ് ഒരാളെ പ്രത്യേകം സ്പെഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് ജീവിതത്തിൽ ഏതേത് രംഗത്തും ജിന്നുമായി ബന്ധപ്പെട്ടതോ ശൈത്താനുമായി ബന്ധപ്പെട്ടതോ മാത്രമല്ല ഇസ്ലാം പഠിപ്പിക്കുന്ന മന്ത്രങ്ങൾ. നേരെ മറിച്ച് ശരീരത്തിൽ വേദനയുണ്ടോ ആ വേദനയുള്ള ഭാഗത്ത് കൈവച്ചുകൊണ്ട് പ്രത്യേകമായി ഉച്ചരിക്കേണ്ട പ്രാർത്ഥനകള്, പ്രത്യേകമായ മന്ത്രങ്ങള് പ്രവാചകർ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നാട്ടിൽ ചെന്ന് ഇറങ്ങിയാൽ പ്രാർത്ഥിക്കേണ്ട പ്രത്യേകമായ പ്രാർത്ഥനകള് പ്രവാചകൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ ആ നാട്ടിൽ നിന്ന് തിരിച്ചു പോരുന്നത് വരെ ഒരു പ്രശ്നവും ഒരു പ്രയാസവും അയാൾക്ക് ബാധിക്കില്ല എന്നാണ്. അതിനാവശ്യമുണ്ടോ ഒരു ചികിത്സാലയെ? അതിനാവശ്യമുണ്ടോ ഒരു മന്ത്രവാദിയെ? അതിനാവശ്യമുണ്ടോ അത്തരം പുരോഹിതന്മാര്? ഇല്ല സഹോദര. നേരെ മറിച്ച് നമുക്കെല്ലാം നിർവഹിക്കാവുന്ന, സ്വന്തം മക്കൾക്ക് വേണ്ടി നമുക്ക് നിർവഹിച്ചു കൊടുക്കാവുന്ന, ഭാര്യക്കും ഭർത്താവിനും ഉമ്മക്കും ബാപ്പക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നിർവഹിക്കാവുന്ന ഒന്നാണ് ഇസ്ലാം പരിചയപ്പെടുത്തിയ മന്ത്രങ്ങൾ. അവിടെ ഉറുക്കിന് സ്ഥാനമില്ല, അവിടെ ഏലസിന് സ്ഥാനമില്ല, അവിടെ മഷിയോട്ടത്തിന് സ്ഥാനമില്ല, അവിടെ പിഞ്ഞാണമെഴുത്തിന് സ്ഥാനമില്ല. മന്ത്രത്തിന്റെ പേര് പറഞ്ഞ് പ്രസംഗിക്കാറിയ ചില ആളുകൾ, ഇപ്പൊ കേരള മണ്ണിൽ ഇറങ്ങി തിരിച്ച ആളുകൾ, മന്ത്രം ഉണ്ട് മന്ത്രവാദമില്ല എന്ന് പറയുന്ന ആളുകൾ, ഇപ്പൊ ചില അത്തരം ആളുകൾ ചില കേന്ദ്രങ്ങളിൽ പറഞ്ഞു ഈ പിഞ്ഞാണമെഴുത്ത് അത് ശരിയാണ്, അത് തെറ്റാണെന്ന് പറയേണ്ടതില്ല എന്ന അർത്ഥത്തിൽ ചില സംസാരങ്ങളൊക്കെ ഇക്കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതാ സഹോദര, അഡ്വാൻസ് ആയി പറയുന്നു, അതും ഇസ്ലാമിക പ്രമാണങ്ങൾ അംഗീകരിക്കാത്ത ഒന്നാണ്. പണ്ട് ലോകത്ത് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം സ്വീകരിച്ച് അതെല്ലാം ഇസ്ലാമാണെന്ന് പറയേണ്ട ബാധ്യത നമുക്കില്ല. പ്രമാണങ്ങൾ എന്താണോ ഉള്ളത്, പ്രവാചകർ എന്താണോ പഠിപ്പിച്ചത്, ആ പ്രവാചകരിൽ നിന്ന് മതം പഠിച്ച ആദ്യ തലമുറകൾ എന്താണോ ഇസ്ലാമായി മനസ്സിലാക്കിയത് അത് മാത്രമേ ഇസ്ലാമാകൂ. അതിനപ്പുറത്ത് ഇസ്ലാം ഇല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ പ്രസ്ഥാനത്തെ കുറിച്ച് ആരെല്ലാം ഏതെല്ലാം രൂപത്തിൽ പ്രചാരങ്ങൾ നിർവഹിച്ചാലും ശരി, ഈ നിർവഹിക്കാൻ പോകുന്നുവെങ്കിലും ശരി, ആരെന്തും പറയട്ടെ, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇത് ഇന്ത്യ രാജ്യമാണല്ലോ. ഏതാശയം സ്വീകരിക്കുവാനും ഏതാശയം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി ലോകത്ത് പല ഭാഗത്തും സഞ്ചരിക്കുമ്പോൾ തന്റെ ആദർശം പ്രചരിപ്പിക്കാൻ ഉതകുന്ന, തന്റെ വേദവാക്യമായി താൻ കാണുന്ന തന്റെ വേദഗ്രന്ഥത്തെ അവിടെ കൊണ്ടുപോയി നൽകുന്നത് നമ്മൾ കാണുന്നു. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സവിശേഷത. ഏതാശയം സ്വീകരിക്കാം, ഏതാശയം പ്രചരിപ്പിക്കാം, പക്ഷേ നിർബന്ധിക്കേണ്ടതില്ല, ആരെയും അതിലേക്ക് നിർബന്ധിക്കേണ്ടതില്ല. മറ്റൊരാളുടെ ആശയത്തെ, മറ്റുള്ളവന്റെ രീതിയെ അടച്ചാക്ഷേപിക്കുന്ന, തെറി പറയുന്ന, ആക്ഷേപിക്കുന്ന ശൈലി അത് പാടില്ല എന്ന് മാത്രം. അതിനപ്പുറത്ത് ഞാൻ സ്വീകരിച്ച, ഞാൻ ഉൾക്കൊണ്ട സത്യം ആരുടെയും മുമ്പിൽ പറയാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ സ്വീകരിച്ചത് എത്ര വലിയ അന്ധവിശ്വാസമാണെങ്കിലും അതും പറയാൻ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ ഒരു ആശയവുമായി കടന്നു ചെല്ലുമ്പോൾ മറ്റെന്തൊക്കെയോ ആണ് എന്ന് പലരും പ്രചരിപ്പിക്കുകയും പലരുടെ നാവിൽ കേൾക്കുകയും ചെയ്തതിന്റെ ഫലമായി ചില ആളുകളെങ്കിലും വൈകാരികമായി പ്രതികരിച്ചു. ഞങ്ങൾക്ക് അവരോടും വിദ്വേഷമില്ല, അവർ തെറ്റിദ്ധരിച്ചതാണ്. ഞങ്ങൾ പറയാൻ വരുന്നത് ഇസ്ലാമിനെ പൊളിക്കാനുള്ള ആശയമാണ് എന്ന് അവർ തെറ്റിദ്ധരിച്ചു. അല്ല, അവർ തെറ്റിദ്ധരിപ്പിച്ചു. അതല്ലെങ്കിൽ ചില കേന്ദ്രങ്ങളിൽ അവർക്ക് നിർദ്ദേശങ്ങൾ വന്നു, ഈ കോൺഫറൻസ് അവിടെ മാന്യമായി നടക്കാൻ പാടില്ല, അതവിടെ പ്രചരിപ്പിക്കപ്പെടാൻ പാടില്ല. കാരണം ഈ സമ്മേളനം നടന്നാൽ, ഈ പ്രസംഗം ഇവിടെ കേട്ടാൽ, നടക്കാൻ പോകുന്ന ഇനി ബാലുശ്ശേരിയുടെ സംസാരം അത് ഈ നാട്ടുകാർ കേട്ടാൽ, ഓഹോ അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്, ശരി എങ്കിൽ ഇനി ഈ നാട്ടിൽ ഒരു സിദ്ധൻ ഉണ്ടായിക്കൂടാ എന്ന്, ഇനി ഈ നാട്ടിൽ അത്തരം ഒരു ആശയവുമായി ഒരു പുരോഹിതൻ വന്നുകൂടാ എന്ന് ഈ നാട്ടുകാർ തിരിച്ചറിയുമെന്ന് മനസ്സിലാക്കിയ ചില ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ വക രീതികളുമായി ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അവർക്കിവിടെ അത്തരം മന്ത്രവാദങ്ങൾ നിലനിൽക്കേണ്ടതുണ്ട്, അവർക്കിവിടെ അത്തരം സിദ്ധന്മാർ നിലനിൽക്കേണ്ട ആവശ്യമുണ്ട്, അവർക്ക് ഇവിടെ സമുദായത്തെ ചൂഷണം ചെയ്യാൻ ഈ വഴികൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രസ്ഥാനം സ്വാഭാവികമായും അവർക്ക് കണ്ണിൽ കരടായി മാറുമെന്നുള്ളത് ആർക്കറിഞ്ഞുകൂടാത്തത്. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം വൈകാരികമായ ചില പ്രതികരണങ്ങൾ ചില ഭാഗത്തുനിന്നുണ്ടായി. അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്നല്ലാതെ, പക്ഷെ അതിനപ്പുറത്ത് കാര്യങ്ങൾ തിരിച്ചറിയാൻ സഹോദര നിങ്ങളും സന്നദ്ധമാകേണ്ടതുണ്ട്. വൈകാരികമായ ഇടപെടലുകൾക്ക്
ചിന്തകൾക്കപ്പുറം, വൈകാരികമായ പ്രതികരണങ്ങൾക്കപ്പുറം എന്താണ് വസ്തുത എന്ന്, എന്തിനു വേണ്ടിയാണ് നമ്മൾക്ക് ഇതിനെതിരായി ഇറങ്ങിത്തിരിക്കുന്നത് എന്ന് ഒന്ന് ആലോചിക്കാനെങ്കിലും അത്തരം ആളുകൾ സന്നദ്ധമാകണേ എന്നാണ് അവരോട് സ്നേഹത്തോടു കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്. ഏതായിരുന്നാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിന് എല്ലാ രംഗത്തും കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്ന അവിടെ മുതൽ വിശ്വാസ കാര്യങ്ങൾ വരെ ഏത് രംഗത്താവട്ടെ കൃത്യമായ പ്രമാണമില്ലാത്ത, കൃത്യമായ വെളിച്ചം വീശുന്ന പ്രമാണമില്ലാത്ത ഒന്നും സ്വീകരിക്കേണ്ട ബാധ്യത മുസ്ലിമീങ്ങൾക്കില്ല. ആ വിഷയത്തിൽ ഇസ്ലാമിനൊന്നും അധ്യാപനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്ന് പറയാൻ ഒരൊറ്റ പഴുതും ബാക്കിയില്ലാത്ത വിധം ജീവിതത്തിലെ മുഴുവൻ രംഗത്തേക്കും കൃത്യമായ വെളിച്ചം നൽകുന്ന പ്രമാണമാണ് ഇസ്ലാമിന്റെ പ്രമാണം, വിശുദ്ധ ഖുർആനും ആ ഖുർആനിന്റെ വ്യാഖ്യാനമായ പ്രവാചകന്റെ ചര്യയും. അതടുത്തറിയാൻ, അത് പഠിക്കാൻ, അതിലേക്ക് മടങ്ങാൻ ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും മനസ്സ് കാണിക്കണേ എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്. ആ ഖുർആൻ നിങ്ങൾ പഠിക്കുക, പ്രവാചകാധ്യാപനങ്ങളെ പഠിക്കുക, ഇസ്ലാമിനെ കുറിച്ച് വിമർശന ബുദ്ധിയോടെ എങ്കിലും ഒന്ന് പഠിക്കാൻ നിങ്ങൾ സന്നദ്ധമാവുക. മുജാഹിദ് പ്രസ്ഥാനത്തിന് ആശയാദർശങ്ങൾ എന്താണ് എന്ന് ഒന്ന് അടുത്തറിയുക. അപ്പൊ തീർച്ചയായും ബോധ്യപ്പെടും നാം വിചാരിച്ചതുപോലുള്ളതല്ല യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം. നേതാക്കന്മാർ ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം, പല കോണിൽ നിന്ന് ആ രൂപത്തിൽ പ്രചാരണം വന്നിട്ടുണ്ടാകും, രാഷ്ട്രീയക്കാരെ കാതിൽ ചെന്ന് മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ടായേക്കാം. ഇതാ ഇവർ തീവ്രവാദികളാണ്, ഇവർ ഭീകരവാദികളാണ്, ഇവർ മന്ത്രവാദികളാണ്, ഇവർ അന്ധവിശ്വാസികളാണ്, ഇവർ ജിന്നുവാദികളാണ് എന്നൊക്കെ നേതാക്കന്മാരുടെ മുമ്പിൽ ചെന്ന്, ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ചെന്ന് അവിടെ കാതിൽ പോയി മന്ത്രിച്ചു കൊടുത്ത ആളുകൾ ഉണ്ടായേക്കാം എന്നല്ല, ഉണ്ട്, ഞങ്ങൾക്കറിയാം. പക്ഷേ അതിനപ്പുറത്ത് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആരെന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾക്കറിയാമല്ലോ എന്താണ് വസ്തുത എന്ന്. ആ പറയുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ചില സ്വാർത്ഥമായ താൽക്കാലികമായ ലാഭമായിരിക്കാം അവർ കാണുന്നത്, സംഘടനാപരമായ ചില താല്പര്യങ്ങൾ നേടാനായിരിക്കാം അവരൊരു പക്ഷെ അതിലൂടെ ആഗ്രഹിക്കുന്നത്. അതല്ലെങ്കിൽ ഈ വക പ്രബോധന പ്രവർത്തനങ്ങൾ, ഈ വക ദഅ്വാ സംരംഭങ്ങൾ തങ്ങൾക്കൊന്നും സംഘടിപ്പിക്കാനാകുന്നില്ല എന്നതുകൊണ്ട് എങ്കിൽ പിന്നെ ഈ നാട്ടിൽ ആരും സംഘടിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനമായിരിക്കാം ഒരു പക്ഷേ ആ വക രീതിയിലേക്ക് ഇറങ്ങാൻ അവരെ പ്രേരിപ്പിക്കുന്നതാവട്ടെ. അത്തരം ആളുകൾ തങ്ങളുടെ അജണ്ടകളുമായി ഇറങ്ങട്ടെ. അവിടെ പിന്നാലെ ഞങ്ങളില്ല. ആരൊക്കെ പ്രസംഗിച്ചു പോയെങ്കിലും ഞങ്ങൾ അതിന്റെ പിന്നാലെ ഇല്ല. ഇനി ആരൊക്കെ വരാനിരിക്കുന്നുവെങ്കിലും അതിന്റെ പിന്നാലെയും ഞങ്ങളില്ല. ഞങ്ങളുടെ അജണ്ടകൾ എന്താവണമെന്ന് കൃത്യമായി ഞങ്ങൾക്കറിയാം. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന അടിസ്ഥാന പ്രമാണങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് ആ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുക എന്ന ഇസ്ലാം ഏൽപ്പിച്ച ആ ദൗത്യം, ആ ബാധ്യത, അതിനെ മുഴുവൻ അധ്യാപനങ്ങളും ഒരാളെയും പേടിക്കാതെ, എവിടെയും മറച്ചു വെക്കാതെ, ഒരു വളച്ചുകെട്ടുമില്ലാതെ ഇന്ന കാലം ശരിയെന്ന് ഇസ്ലാം പറഞ്ഞാൽ അത് സമൂഹത്തോട് തുറന്ന് പറയും. പക്ഷെ ഒരു മുൻഗണനാ ക്രമം സ്വാഭാവികമായും പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. എല്ലാ കാര്യവും എല്ലാ നാട്ടിലും എല്ലാ സ്റ്റേജിലും പറയേണ്ട ആവശ്യമില്ലല്ലോ. മുൻഗണനാ ക്രമമുണ്ട് ഇസ്ലാമിന്റെ ദഅവത്തിന്, ഇസ്ലാമിന്റെ പ്രബോധനത്തിന്. ആ മുൻഗണനാ ക്രമം പ്രവാചകന്മാർ സ്വീകരിച്ച, പ്രമാണം പരിചയപ്പെടുത്തിയ ആ മുൻഗണനാ ക്രമം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തീർച്ചയായും ഈ രാജ്യത്തെ മുഴുവൻ നിയമങ്ങളും അക്ഷരം പ്രതി പാലിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സമാധാനവും ഈ രാജ്യത്തിന്റെ ഐക്യവും ഈ രാജ്യത്തെ ഇപ്പോഴുള്ള ഈ ഒരു സമാധാനപൂർവമായ അന്തരീക്ഷവും കാത്തു സൂക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായിക്കൊണ്ട് തന്നെ പ്രമാണങ്ങളുടെ സ്ഥാനത്തിൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ സമുദായത്തിൽ പ്രചരിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് സഹോദരന്മാരെ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ. നിങ്ങൾ അടുത്തറിയുക, ഇത് അധ്യാപനങ്ങൾ നിങ്ങൾ നേരിട്ട് മനസ്സിലാക്കുക. ഇതിന്റെ തുറന്നുള്ള സംരംഭങ്ങൾ, തുറന്നുള്ള സമ്മേളനങ്ങൾ, ഒരുപാട് പ്രബോധന സംരംഭങ്ങൾ ഇൻഷാ അല്ലാഹ് വരും മാസങ്ങളിൽ പ്ലാൻ ചെയ്ത് നടപ്പായിക്കൊണ്ടിരിക്കുന്നു. അവിടെയെല്ലാം നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകണം, എല്ലാ അർത്ഥത്തിലും ഉണ്ടാകണം. സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ ഒന്ന് ഒരുങ്ങി തയ്യാറായി നമ്മൾ ഇറങ്ങി പുറപ്പെട്ട ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.